ICT Market Makers സീരീസ് എപ്പിസോഡ് 4. ഓക്കെ, അപ്പോൾ നമ്മളുടെ ICT Market Makers സീരീസ് എപ്പിസോഡ് 4ലെ നമ്മുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി ആഫ്റ്റർ മാനിപ്പുലേഷൻ. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി ആഫ്റ്റർ മാനിപ്പുലേഷൻ. മാനിപ്പുലേഷൻ എന്ന് പലരും കേട്ടിട്ടുണ്ടാവും. മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ബിഗ് പ്ലെയേഴ്സ്. ഓക്കെ, അപ്പോൾ അവരുടെ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാനിപ്പുലേഷന് ശേഷമായിരിക്കും. ഓക്കെ, അവരുടെ എൻട്രി എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നു, അതുപോലെ മാനിപ്പുലേഷൻസ് എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ എപ്പിസോഡ് 1 വീഡിയോയിൽ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ചെയ്തത്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ചെയ്തത്. അതിൽ ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ എപ്പിസോഡ് 2 നമ്മൾ എന്താണ് പറഞ്ഞത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുപോലെ റിസ്ക് അപ്പറ്റൈറ്റ്. മൂന്നാമത്തേൽ എന്താണ്, എപ്പിസോഡ് 3 നമ്മൾ പറഞ്ഞതെന്ന് പറയുന്നത് അവർ എൻട്രി എടുക്കുന്നതിന് മുമ്പ് സർട്ടൺ സ്റ്റേജസിലൂടെയൊക്കെ കടന്നു പോകുന്നു. ആ സ്റ്റേജൊക്കെ നമ്മൾ പറഞ്ഞു. നാലാമത്തത് നമ്മളുടെ മാർക്കറ്റ് മേക്കേഴ്സ് സീരീസ് എപ്പിസോഡ് 4 ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി ആഫ്റ്റർ മാനിപ്പുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. നമ്മൾ മാർക്കറ്റ് മാനിപ്പുലേഷൻ പഠിക്കുന്നതിന് മുന്നേ വാട്ട് ഈസ് മാനിപ്പുലേഷൻ ഇൻ ജനറൽ സെൻസ്. ഓക്കെ, ജനറൽ സെൻസിൽ മാനിപ്പുലേഷൻ എന്താ എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കുക. എന്താണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്? എന്താണ്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗെയിനിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ സ്വാധീനിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ആക്ച്വലി മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. മാനിപ്പുലേഷൻസ് എന്താണ്, സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഉണ്ട്, സോഷ്യൽ മാനിപ്പുലേഷൻ ഉണ്ട്, മീഡിയ മാനിപ്പുലേഷൻ ഉണ്ട്, ഫിസിക്കൽ മാനിപ്പുലേഷൻ, അങ്ങനെ ഒരുപാട് തരത്തിൽ മാനിപ്പുലേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാനിപ്പുലേഷൻസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് ഓക്കെ നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ള വസ്തുക്കളെ നമ്മൾ എന്താണ് സ്വാധീനിക്കുക, ഒരു ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ഒരു മെത്തേഡാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇനി നമുക്ക് നേരെ നമ്മളുടെ കാര്യത്തിലേക്ക് വരാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷൻ ഇൻ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു മാനിപ്പുലേഷൻ എങ്ങനെയാണെന്ന്. വൈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് മാനിപ്പുലേറ്റ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല, എന്താണ് ഫോറക്സ് മാർക്കറ്റ് ആയാലും എന്ത് മാർക്കറ്റും ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിനാണ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജസ്റ്റ് ആ ഷോർട്ട് മീനിങ്ങിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. സ്വന്തം ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ള ആളുകളെയോ വസ്തുക്കളെയോ സ്വാധീനിക്കുന്നതിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് സച്ചസ് ലാർജ് ബാങ്ക്സ്, ഹ്യൂജ് ഹെഡ്ജ് ഫണ്ട്സ് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് ഫേംസ്. ഓക്കെ, ഇപ്പോൾ തന്നെ കിട്ടി എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബാങ്ക്സ്, ഹെഡ്ജ് ഫണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് ഫേംസ് might manipulate market to achieve specific financial goals or gain an advantage over the market participants. While market manipulation is ethical and unethical, it can occur under certain circumstances. ഇതെന്താണ്, ഒരു നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വ്യൂ പോയിന്റിൽ ശ്രദ്ധിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ സ്പെസിഫിക് ഗോൾസ് അല്ലെങ്കിൽ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട് അവർ ചുറ്റുള്ള റീറ്റെയിലേഴ്സിനാവാം, ഓക്കെ, അവരെ സ്വാധീനിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് മാനിപ്പുലേഷൻ. ഇൻ ദ സെൻസ് മാർക്കറ്റിലെ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ ആർ ദ സം റീസൺ വൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ് മൈറ്റ് എൻഗേജ് ഇൻ മാനിപ്പുലേഷൻ. എന്തുകൊണ്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മാനിപ്പുലേഷൻ ചെയ്യുന്നത്? ഓക്കെ, അവർക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോയിക്കൂടെ? എല്ലാവർക്കും തോന്നുന്ന ഒരു ചോദ്യമാണ്, നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോയിക്കൂടെ, എന്തിനാണ് ഇങ്ങനെ റീറ്റെയിലേഴ്സിനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇവിടെ നിങ്ങൾ കൊടുത്ത പോലെ നോക്കൂ, ഒരു 5 പോയിന്റ് ഉണ്ട്. ഈ 5 പോയിന്റാണ് മേജറായിട്ടുള്ള മാനിപ്പുലേഷൻ്റെ ബിഗിൻസിന് കാരണം. ഓക്കെ, ലിക്വിഡിറ്റി ക്രിയേഷൻ. ഫസ്റ്റത്തെ എന്താണ്, ലിക്വിഡിറ്റി ക്രിയേഷൻ. ഫസ്റ്റത്തത് ലിക്വിഡിറ്റി ക്രിയേഷൻ. രണ്ടാമത്തത് ട്രിഗർ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്. ഓക്കെ, എൻട്രി. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ പാർട്ടായിട്ട് കാണാം. ഓക്കെ, ലിക്വിഡിറ്റി ക്രിയേഷൻ, ട്രിഗർ സ്റ്റോപ്പ് ലോസ് ഓർഡർ, ഇൻഫ്ലുവൻസ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, പ്രൊട്ടക്റ്റിംഗ് ഓർ എൻഹാൻസിങ് എക്സിസ്റ്റിംഗ് പൊസിഷൻ. ഓക്കെ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഹിയർ ആർ ദ സം റീസൺ വൈ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രേഡേഴ്സ് മസ്റ്റ് എൻഗേജ് ഇൻ മാനിപ്പുലേഷൻ. അപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് എന്തൊക്കെയാണ്, ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ലിക്വിഡിറ്റി എന്താണെന്നൊക്കെ അതിപ്പോൾ പറയും.
ഓക്കെ. അതുപോലെ ട്രിഗർ സ്റ്റോപ്പ് ലോസ് ഓർഡർ, അതാണ് നമുക്ക് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച് മാർക്കറ്റ് മുകളിൽ പോയി എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ. അതുപോലെ ഇൻഫ്ലുവൻസ് ദ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൽ സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രൊട്ടക്റ്റിംഗ് ഓർ എൻഹാൻസിങ് എക്സിസ്റ്റിംഗ് പൊസിഷൻ. ഓക്കെ. ഇപ്പോൾ അവരൊരു പൊസിഷനിലുണ്ടെന്ന് വിചാരിക്കുക, അവരൊരു ബൈ പൊസിഷനിലുണ്ടെങ്കിൽ എന്താണ്, ആ ബൈ പൊസിഷനെ അവർ പ്രോഫിറ്റിലെത്തുന്നത് വരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടിയാണ് മാനിപ്പുലേഷൻ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് പല ആളുകൾക്കും ദഹിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ. പുതിയ കാര്യങ്ങൾ ആ കേൾക്കുന്ന സമയത്ത് അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ലൈഡ് കൂടി നോക്കിയിട്ട് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ. ഇത് ഞാൻ എൻ്റെ എപ്പിസോഡ് 1 വീഡിയോയിലായാലും എപ്പിസോഡ് 2 വീഡിയോയിലായാലും എപ്പിസോഡ് 3 വീഡിയോയിലാണെങ്കിലും കാണിക്കുന്ന ഒരു സ്ലൈഡാണ്. ഇതിലെന്താണ് നിങ്ങൾ നോക്കുക, ഒരു ഒരു മേജറായിട്ട് എന്താണ്, ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഓപ്പറേഷണൽ സൈക്കിളാണ് നിങ്ങളിവിടെ കാണുന്നത്. നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫേമിന് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. ഈ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണിയാണ് ഇവർ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കുന്ന മണിയാണ് അവർ പൂൾ ദെയർ മണി എന്ന് വെച്ചാൽ എന്താ, ഈ ഇൻവെസ്റ്റേഴ്സ് ഒരാൾ 2 3 4 5 6 7 ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ക്യാഷ് എല്ലാം കൂടി ഇതുപോലെ പൂളാക്കി മാറ്റും. ഓക്കെ. എല്ലാം കൂടി പൂളാക്കി മാറ്റും. അതാണ് പൂൾ ദെയർ മണി ടുഗദർ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. കാരണം എന്താ, ഇൻവെസ്റ്റേഴ്സിൻ്റെ മണിയെല്ലാം പൂൾ ചെയ്തിട്ട് അത് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജറാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് അസറ്റ് ക്ലാസ്സിലേക്കാണ് സെക്യൂരിറ്റീസ് ആയിട്ടുള്ള എന്താണ്, ബോൺസ്, ഗവൺമെൻറ് ബോൺസ്, അതുപോലെ തന്നെ ഇക്വിറ്റിയിലേക്കാക്കണോ, കൊമോഡിറ്റിയിലാക്കണോ, ഡെറിവേറ്റീവിലാക്കണോ, ഓക്കെ, ഇതെല്ലാം തീരുമാനിക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, അതിൽ നിന്നൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്ത് ആ റിട്ടേണിൻ്റെ ഒരു സെർട്ടൺ പെർസെൻറ്റേജ് എന്ത് ചെയ്യും, തിരിച്ച് ഇൻവെസ്റ്റേഴ്സിന് തന്നെ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഉണ്ടാക്കുന്ന റിട്ടേണും ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന റിട്ടേണിൻ്റെയും ആ ഒരു ഡിഫറൻസ് ആണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്, ഇതൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു സെൻസിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ICT മാർക്കറ്റ് മേക്കർ സീരീസിൽ നമ്മളുടെ സെഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി ആഫ്റ്റർ മാനിപ്പുലേഷൻ. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂഷണൽ എൻട്രി വരുന്നത് എപ്പോഴും ഒരു മാനിപ്പുലേഷന് ശേഷമായിരിക്കും. മാനിപ്പുലേഷൻ്റെ ഒരു ജനറൽ സെൻസ് പറഞ്ഞ്, ഓക്കെ, പൊതുവായിട്ട് എങ്ങനെയാണെന്ന് ഉള്ള കാര്യം പറഞ്ഞു. ടൈപ്സ് ഓഫ് മാനിപ്പുലേഷൻ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ഓക്കെ. ജനറൽ സെൻസ് അത്യാവശ്യം പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇതാണ് നമ്മളുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷൻ മാർക്കറ്റ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ബാങ്ക്സ്, ഹെഡ്ജ് ഫണ്ട്, അസറ്റ് മാനേജ്മെൻറ്റ് ഫേംസും കാര്യങ്ങളൊക്കെയാണ്. അവരെന്താണ്, അവർ സ്പെസിഫിക് ഗോൾസ് അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണൽ ഗെയിനോ പേഴ്സണൽ ഗോളിന് വേണ്ടിയിട്ട് മാർക്കറ്റിനെയോ മാർക്കറ്റിൻ്റെ പാർട്ടിസിപ്പൻസിനെയോ സ്വാധീനം ചെലുത്തുന്ന ആ ഒരു പ്രക്രിയയാണ് മാനിപ്പുലേഷൻ. ഓക്കെ. എന്തൊക്കെ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഈ മാനിപ്പുലേഷൻ ആക്ടിവിറ്റിയിലേക്ക് ഏർപ്പെടുന്നത്? ലിക്വിഡിറ്റി ക്രിയേഷൻ, മാർക്കറ്റിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. ട്രിഗർ സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഓക്കെ. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പൻസിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ച ഏരിയ ഏതാണ്, അവിടെ പോയിട്ട് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ചെയ്യിക്കും. അതുപോലെ ഇൻഫ്ലുവൻസ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാൻ. അതുപോലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഓക്കെ, അവരുടെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ. അതുപോലെ പ്രൊട്ടക്റ്റിംഗ് ഓർ എൻഹാൻസിങ് എക്സിസ്റ്റിംഗ് പൊസിഷൻസ്. ഓക്കെ. ആ കാര്യങ്ങൾ. പിന്നെന്താണ്, നമ്മളുടെ ഈ ഓപ്പറേഷണൽ സൈക്കിൾസും, അതുപോലെ എങ്ങനെയാണ് ലിക്വിഡിറ്റി എന്താണ് ഈ ഒരു പൂൾ ദെയർ മണി ചെയ്യുന്നത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ ചെറിയ സം ഓഫ് മണി എല്ലാം കൂടിയിട്ട് പൂൾ ചെയ്തിട്ട് എന്താണ് ഒരു പൂൾ ഓഫ് മണിയാക്കി മാറ്റുന്നത്. ഓക്കെ. ഇനി നമ്മൾ ആക്ച്വൽ കാര്യത്തിലേക്ക് പോവാം. നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ പ്ലേ ലിസ്റ്റ് എടുക്കുക. ഈ പ്ലേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഉണ്ടാക്കിയ സീരീസ് എന്ന് പറയുന്നത്, ആദ്യം നമ്മൾ ചെയ്ത സീരീസ് എന്ന് പറയുന്നത് ഇതാണ്, ICT ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ്. ഈ സീരീസിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ഇതാ ലിക്വിഡിറ്റി പാർട്ട് 1, ലിക്വിഡിറ്റി പാർട്ട് 2. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെഷനാണ് ലിക്വിഡിറ്റി പാർട്ട് 1ഉം പാർട്ട് 2ഉം. ഓക്കെ. ലിക്വിഡിറ്റി പാർട്ട് 1, പാർട്ട് 2. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഈ ഫൗണ്ടേഷൻ ബിൽഡിംഗ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മളെന്താണ് ICT മാസ്റ്റർ ക്ലാസ് സീരീസ് ചെയ്തിട്ടുണ്ട്. ഈ മാസ്റ്റർ ക്ലാസ് സീരീസിലും ഇതുപോലെ തന്നെ എന്താണ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ട് 2
പാർട്ട് ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി 1 ആൻഡ് ലിക്വിഡിറ്റി 2. നിങ്ങൾ ഈ ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 ഫൗണ്ടേഷൻ ബിൽഡിങ്ങിലെ വീഡിയോയും ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 ഈ മാസ്റ്ററിങ് സീരീസിലെ വീഡിയോ കൂടി കണ്ടിട്ടാണ് ഇനി അങ്ങോട്ടേക്ക് തുടർന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഒരു ലോജിക്ക് നന്നായിട്ട് മനസ്സിലാവും. ഒബ്വിയസ്ലി. ഓക്കെ, ഇനി ഇത് കാണാതെയാണ് കാണുന്നതെങ്കിലും കുഴപ്പമില്ല, ഇത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പോയിട്ട് അത് കാണുക. ഓക്കെ, ലിക്വിഡിറ്റി നമ്മൾ പച്ച മലയാളത്തിൽ പച്ചവെള്ളം പോലെ പറഞ്ഞ എപ്പിസോഡ്സ് ആണത്. ഓക്കെ, ദയവ് ചെയ്ത് പ്ലേലിസ്റ്റ് വൈസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, റീറ്റെയിലർ വാസ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഒരു ചെറിയൊരു കമ്പാരിസൺ പോലെ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൽ ഒരു റീറ്റെയിലറും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെന്ന് വിചാരിക്കാം. റീറ്റെയിലർ എന്ന് പറയുമ്പോൾ നമ്മളെ പോലെ ഇൻഡിവിജ്വൽസ്, ഓക്കെ, നമ്മളുടെ സ്വന്തം ഓൺ ക്യാപിറ്റൽ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന നമ്മളെ പോലത്തെ ചെറിയ ചെറിയ ട്രേഡേഴ്സ്, ഇവരൊക്കെ നമ്മളൊരു റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ ഇതിൽ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ ഈ ഒരു ബിഗ് പ്ലേയേഴ്സ് എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, നമുക്ക് 100 മുതൽ എത്രയാണ്, ഒരു 100 മുതൽ ഒരു 100, 200, 300 അങ്ങനെ ഒരു 10,000 ഷെയർ, 1 lakh ഷെയർ വരെയൊക്കെ ആയിരിക്കും നോർമലി ഒരു റീറ്റെയിലറുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പറഞ്ഞത് സത്യമല്ലേ? ഒരു 100 മുതൽ ഒരു 1000, ഒരു 10,000 അതിൻ്റെ മുകളിലേക്ക് വാങ്ങുന്നവരും ഉണ്ടാവാം. ഓക്കെ, ഒരു 1 lakh വരെ അതിന് മുകളിലേക്ക് വാങ്ങുന്ന റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ ആളുകളേ ഉള്ളൂ. ഓക്കെ, HNIs ഒക്കെ ആയിരിക്കും കൂടുതൽ. ഓക്കെ, അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ഒരു ബയ്യിങ് ഒരു ക്വാണ്ടിറ്റി ഓഫ് ബയ്യിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം അറിയാം, ആ ഒരു ലിമിറ്റഡ് ആയിരിക്കും. പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി എല്ലാം കൂടി ഒരു പൂൾ ഓഫ് മണി ആക്കിയിട്ട് ഒരു ലാർജ് മണി ആയിട്ടായിരിക്കും അവർ മാർക്കറ്റിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ 100, 200, 1000 ഒന്ന് വാങ്ങിയാലൊന്നും അവർക്ക് ഏൽക്കൂല. കാരണം എന്താണ്, ഏൽക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് എന്താണ്, അവർ വാങ്ങിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാൽ അവർക്ക് റിട്ടേൺ കൊടുക്കണം. അപ്പോൾ അത്ര ആളുകൾക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ്, അവരുടെ ഓപ്പറേഷൻ കുറച്ച് വലിയ സ്കെയിലിൽ ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻ ദ സെൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ലോട്ട് സൈസ് എന്ന് പറയുന്നത് ഒരു 1 lakh മുതൽ അങ്ങോട്ടേക്ക് ഓർ മോർ, അതാണ് അവരുടെ ഒരു ക്വാണ്ടിറ്റി സൈസിങ് എന്ന് ആലോചിക്കുക. അപ്പോൾ എന്താണ്, ഇതിന്ന് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മളുടെ ക്വാണ്ടിറ്റി കപ്പാസിറ്റി അവരുടെ കപ്പാസിറ്റി തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഇൻ കേസ് എൻ്റെ എടുക്കുക, എ എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ, ഇവിടെ എൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, എനിക്ക് വേണ്ടത് 1000 ഷെയർ ആണെന്ന് വിചാരിക്കുക. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടത് ഒരു 10 lakh ഷെയർസ് ആണ് വേണ്ടത്. ഓക്കെ, രണ്ടാളും ചെയ്യാൻ വേണ്ടി പോകുന്നത് ബയ്യിങ് ആണ്. ഓക്കെ, രണ്ടാൾ ബയ്യിങ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ എൻ്റെ ബ്രോക്കറിൽ എടുത്തിട്ട് 1000 അടിച്ചിട്ട് ഓക്കെ മാർക്കറ്റ് ഓർഡറിൽ ഞാൻ വാങ്ങി. ഓക്കെ, വാങ്ങി. അതുകൊണ്ട് തന്നെ ആ ഓർഡർ എപ്പോഴും മാർക്കറ്റ് അവൈലബിൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 1000 ക്വാണ്ടിറ്റിയാണ് ഞാൻ വാങ്ങുന്നതെങ്കിൽ ഈ 1000 ക്വാണ്ടിറ്റി ഈ ടാറ്റ പവറിനെ അല്ലെങ്കിൽ ടാറ്റയുടെ ഏതെങ്കിലും ഒരു ഷെയറിനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും. 1000 ക്വാണ്ടിറ്റിയൊക്കെ മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഇൻ കേസ് ഒരു 10 lakh വാങ്ങുകയാണെന്ന് വിചാരിക്കുക, നമ്മളുടെ ബ്രോക്കർ എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഷെയർ എടുത്തിട്ട് ഒരു 10 lakh അങ്ങോട്ട് അടിക്കുക നോക്കൂ, നമ്മളുടെ ബ്രോക്കറിൽ എക്സിക്യൂട്ട് ആവില്ല. അത് ചിലപ്പം നമ്മളുടെ റീറ്റെയിലേഴ്സ് ആണ് കൂടുതലും ഇതുപോലത്തെ ബ്രോക്കേഴ്സ്, ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഹയർ ലെവൽ ബ്രോക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ 50,000, 60,000, 70,000 മുകളിലൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ ഒറ്റ പ്ലേസിൽ തന്നെ ഓർഡർ പ്ലേസ് ആവില്ല, 2, 3, 4, 5 അങ്ങനെയൊക്കെ ആക്കി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ടാറ്റ മോട്ടോഴ്സിൽ ഒരു 10 lakh ഷെയർസ് വാക്കുന്ന സമയത്ത് അവിടെ ചില സമയത്ത് ലിക്വിഡിറ്റി അൺഅവൈലബിൾ ആയിരിക്കും. മനസ്സിലായില്ല? അവിടെ ചിലപ്പം 10 lakh ബൈ ചെയ്യാൻ അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ 10 lakh ബൈ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് 10 lakh സെല്ല് ചെയ്യാനും അവിടെ ആൾ വേണം. ഓക്കെ, നമ്മൾ 1000 ക്വാണ്ടിറ്റി ടാറ്റയുടെ ഷെയർ വാങ്ങാൻ ബൈ ചെയ്യുകയാണെങ്കിൽ അപ്പുറത്ത് 1000 ഷെയർ വിൽക്കാൻ ആളുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ മാസീവായിട്ടുള്ള ക്വാണ്ടിറ്റി 10 lakh ക്വാണ്ടിറ്റി എന്നൊക്കെ പറയുമ്പോൾ മാർക്കറ്റിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല. മാർക്കറ്റിൽ ആ സമയത്ത് അവൈലബിളാണ്. ആ സമയത്ത് ചിലപ്പോൾ 5 lakh,
ചിലപ്പോൾ 4 lakh ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ എന്താ അവർക്ക് വേണ്ടത് 10 lakh ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞതിൻ്റെ ബേസ് എന്താണ്? ഒരു മാർക്കറ്റിൽ ഒരു ഒരു അസറ്റ് ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റിയിലാണ്, ഒരു അസറ്റ് ക്ലാസ് ഇക്വിറ്റി ആയിട്ട് തന്നെ തീരുമാനിച്ചോ. ഒരു റീറ്റെയിലറുടെയും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും എന്താണ് കപ്പാസിറ്റി രണ്ടും വ്യത്യസ്തമാണ്. ഓക്കെ, റീറ്റെയിലർ ഒരു സ്മോൾ സ്കെയിലാണ് ഓപ്പറേഷൻസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലാർജ് സ്കെയിലാണ് ചെയ്യുന്നത്. നമ്മളുടെ ക്വാണ്ടിറ്റിയും അവരുടെ ക്വാണ്ടിറ്റിയും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാവും. നമ്മൾക്ക് എപ്പോഴും നമ്മളൊരു എൻട്രി എടുക്കുമ്പോൾ എപ്പോഴും മാർക്കറ്റിൽ അറ്റ് എ ടൈം അത് എക്സിക്യൂട്ട് ആവും. കാരണം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത്. അവരെപ്പോഴും വലിയ ക്വാണ്ടിറ്റീസാണ് യൂസ് ചെയ്യുക. ഇതുപോലെ 10 lakh 12 lakh 30 lakh 50 lakh ഒക്കെയാണ് ഷെയർസ് വാങ്ങി കൂട്ടുക. ഇതെപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആവണം എന്നില്ല. ഓക്കെ, അതാണ് നമ്മൾ ലിക്വിഡിറ്റി സെൻസിൽ നോക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ, റീറ്റെയിലർ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വാങ്ങുന്നത് 1000 ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങുന്നത് ഒരു 10 lakh ക്വാണ്ടിറ്റി ആണെന്ന് വിചാരിക്കുക. നമുക്ക് ലിക്വിഡിറ്റി അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രോക്കറിൽ ടാറ്റയുടെ ടാറ്റ പവർ എടുത്തിട്ട് അതിൽ 1000 ക്വാണ്ടിറ്റി അടിക്കുകയാണെങ്കിൽ ഓക്കെ, മാർക്കറ്റിൽ നമ്മൾ എക്സിക്യൂട്ടായി. പക്ഷേ 10 lakh ക്വാണ്ടിറ്റി ചെയ്യുന്ന സമയത്ത് അവിടെ ലിക്വിഡിറ്റി ചില സമയത്ത് ഉണ്ടാവില്ല. ചില സമയത്ത് ഉണ്ടാവും, ചില സമയത്ത് ഉണ്ടാവാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്, അവർക്ക് അവൈലബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ബൈ ചെയ്യും. ഇവർക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ ഹണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ബൈയിങ് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബൈയിങ് പൊസിഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം? ഇല്ലാത്ത ലിക്വിഡിറ്റി ഉണ്ടാക്കണം. അല്ലെങ്കിൽ എവിടെയാണ് ലിക്വിഡിറ്റി ഉള്ളത് അവിടേക്ക് ഹണ്ട് ചെയ്യണം. അവിടെയാണ് ആക്ച്വലി മാനിപ്പുലേഷൻ ബിഗിൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം 10 lakh ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ബൈ ഓർഡേഴ്സ് അവൈലബിൾ അല്ലാത്തതിൻ്റെ കാര്യം 10 lakh ബൈ ഓർഡർ മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ നോട്ട് അവൈലബിൾ എന്ന് പറയുന്നത്. അപ്പം അതിനർത്ഥം എന്ന് പറയുന്നത് 10 lakh ബൈ ഓർഡർ അവൈലബിൾ അല്ല എന്നുള്ളതിൻ്റെ അർത്ഥം 10 lakh സെൽ ഓർഡേഴ്സ് അവിടെ ഇല്ല. കാരണം 10 lakh ബൈ ചെയ്യണമെങ്കിൽ 10 lakh സെല്ല് ചെയ്യാൻ അവിടെ ആൾ വേണം. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യും? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അവർക്ക് ബൈയിങ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യുക. ഈ രണ്ട് പ്രവൃത്തിനെയാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുക, ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യുക. ഇവിടെയാണ് ആക്ച്വൽ മാനിപ്പുലേഷൻ ബിഗിൻസ്. മനസ്സിലാവാത്തവർ ഒന്നുകൂടി ബാക്ക് അടിച്ച് ഒന്നുകൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന് 10 lakh ബൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഒന്നുകൂടി പറയാണ്, ബൈ ചെയ്യണേ. കാരണം ഇത് തുടർന്ന് ഇങ്ങനെ പറയുന്നത്, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാലേ മുന്നിലേക്ക് പോകുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാവും. അതിനാണ് പറഞ്ഞ കാര്യം വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നത്. ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഒരു റീറ്റെയിലറുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കരുത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിൽ ചിന്തിക്കുക. 10 lakh, ഓക്കെ, ഇവിടെ എനിക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 10 ക്വാണ്ടിറ്റി എന്ന് പറയാം. പക്ഷെ 10 lakh ക്വാണ്ടിറ്റി നമ്മൾ ആ ഹ്യൂജ് ലെവലിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ വ്യൂ പോയിന്റിൽ ചിന്തിക്കുക. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് 10 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് 10 lakh സെല്ല് ചെയ്യാൻ ആൾ വേണം. ഓക്കെ, എന്താ വേണ്ടത്? 10 lakh ബൈ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് 10 lakh സെല്ല് ചെയ്യാൻ ആൾ വേണം, അല്ലെങ്കിൽ അവിടെ സെൽ ഓർഡേഴ്സ് വേണം. ഓക്കെ, അതുപോലെ തന്നെ 10 lakh സെല്ലിംഗ് ആണെന്ന് വിചാരിച്ചോ. സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ ഓപ്പോസിറ്റ് എന്ത് ചെയ്യണം? 10 lakh ബൈ ചെയ്യാൻ ആൾ വേണം. ഇതിനെയാണ് ഓർഡർ മാച്ചിങ് എന്ന് പറയുന്നത്. ഓർഡർ മാച്ചിങ്. നമ്മളുടെ 10 lakh നമ്മൾ എന്ത് ചെയ്യുക? ഇവർ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ 10 lakh നമ്മൾ പോയിട്ട് വിറ്റു. ഓക്കെ, ആ ഒരു ഓർഡർ മാച്ചിങ് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ്, അതുപോലെ തന്നെ മാർക്കറ്റിലെ സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്. ഇനി നമ്മൾ ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിനെ നമ്മൾ ലിക്വിഡിറ്റി
പാർട്ട് 1 പാർട്ട് 2 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ സ്റ്റോപ്പ് ഓർഡർ ആൻഡ് സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആൻഡ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആൻഡ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി? നിങ്ങൾ ഇവിടെ നോക്കുക, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സോറി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെല്ലറുടെ SL ഓർഡർ ആയിരിക്കും. മനസ്സിലാക്കുക, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഒരു സെല്ല് ചെയ്ത ആൾ ആരാണ്, അയാളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിരിക്കും ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് SL ഓർഡർ ഓഫ് എ സെല്ലർ. ഞാൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ എൻ്റെ SL ബൈ ഓർഡർ ആയിരിക്കും. ഞാൻ സെല്ല് ചെയ്യുകയാണെങ്കിൽ എൻ്റെ എക്സിറ്റ് ഓർഡർ അല്ലെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ബൈ ഓർഡർ ആയിരിക്കും. ഓക്കെ, ഇനി സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, SL ഓഫ് എ ബയ്യർ. ഞാനൊരു ബയ്യർ ആണെങ്കിൽ, ഞാൻ ബയ്യിങ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ എൻ്റെ എക്സിറ്റ് ഓർഡർ എന്ന് പറയുന്നത് സെല്ലായിരിക്കും. അതുകൊണ്ട് അതിനെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരാൾ സെല്ല് ചെയ്യാണ്. ഇനി ഇവിടെ നോക്കുക, സെല്ല്, ഞാൻ ഈ മാർക്ക് ചെയ്തത് സെല്ല് ചെയ്യുന്നത് എവിടേക്കാണ് സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിലായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുക? റെസിസ്റ്റൻസ് നിന്ന് സെല്ല് ചെയ്യും. ഓക്കെ, അതുപോലെ സ്വിങ് ഹൈ, അതുപോലെ ഡേ ഹൈ, പുൾ ബാക്ക് ഹൈ. എന്ന് വെച്ചാൽ എന്താ, നമ്മളെപ്പോഴും സെല്ല് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, ഹൈ പ്രൈസിനായിരിക്കും അല്ലേ? സെല്ല് ചെയ്യുന്നത് ഹൈ പ്രൈസിനും ബൈ ചെയ്യുന്നത് ലോ പ്രൈസും ആണല്ലോ. ഒരു ആക്ച്വൽ തത്വം അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോൾ സെല്ല് ചെയ്യുന്നത് റെസിസ്റ്റൻസ് നിന്ന്, സ്വിങ് ഹൈ എന്ന്, അതുപോലെ ഡേ ഹൈ, പുൾ ബാക്ക് ഹൈ, അങ്ങനെ എന്താണ്, അങ്ങനെ ഹൈകളിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു സെല്ല് ചെയ്യും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ സെല്ല് ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് പറയുന്നത് ബൈ സ്റ്റോപ്പ് ഓർഡർ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെ നമ്മളൊരു എൻട്രി എടുത്ത് എന്താണ് സെല്ല് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇതിൻ്റെ മുകളിൽ, എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് SL ഓർഡർ ഓഫ് എ സെല്ലർ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ ഓർഡർ ഓഫ് എ ബയ്യർ. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്, സെല്ല് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ഹൈയിലായിരിക്കും. റെസിസ്റ്റൻസ് ആവാം, സ്വിങ് ഹൈ ആവാം, ഡേ ഹൈ ആവാം, പുൾ ബാക്ക് ഹൈ ആവാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും എന്താണ്, അതിനെ BSL എന്ന് പറയും. BSL, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും ഹൈയിലായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ബയ്യിങ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈ എപ്പോഴും ചെയ്യുന്നത് എവിടെയാണ്, ബൈ എപ്പോഴും ചെയ്യുന്നത് ഒരു ലോവർ പ്രൈസിൽ നിന്നാണ് ബൈ ചെയ്യുന്നത്. സപ്പോർട്ട്, സ്വിങ് ലോ, ഡേ ലോ, പുൾ ബാക്ക് ലോ. ഓക്കെ, പുൾ ബാക്ക് ലോ. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ അതിൽ വരച്ച പോലെ ഇവിടെ നമ്മൾ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ ഒരു എൻട്രി എടുത്ത്, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലോൻ്റെ താഴെ. ഓക്കെ, ഈ ഒരു ലോൻ്റെ താഴെ എന്താണ്, ഒരു സപ്പോർട്ട് ആവാം, അത് ഒരു സ്വിങ് ലോ ആയിരിക്കാം, ഒരു ഡേ ലോ ആവാം, ഒരു പുൾ ബാക്ക് ആയിരിക്കാം, ഇതിൻ്റെ താഴെയും ലോ. ഓക്കെ, അപ്പം എന്താണ്, ബൈ ചെയ്യുമ്പോഴുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആയിരിക്കും, സെല്ല് ചെയ്യുമ്പോഴുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ആയിരിക്കും. ഇതെന്താണ്, ഇത് ഒരു റെസ്റ്റിംഗ് ഓർഡർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പെൻഡിങ് ഓർഡർ ആയിരിക്കും. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാത്തിടത്തോളം കാലം അത് അവിടെ ഒരു പെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ റെസ്റ്റിംഗ് ഓർഡർ ആയിട്ടായിരിക്കും അത് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ SSL എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോയിലായിരിക്കും. കണ്ടില്ലേ? ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു കാര്യം, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 ഫൗണ്ടേഷൻ ബിൽഡിങ്ങിലെ പ്ലേലിസ്റ്റിലെ വീഡിയോയും ലിക്വിഡിറ്റി പാർട്ട് 1 പാർട്ട് 2 നമ്മുടെ മാസ്റ്ററിങ് ക്ലാസ്സിലെ വീഡിയോയും കണ്ടിട്ട് ഇത് കാണുന്നതും അതൊന്നും അറിയാതെ ഇത് കാണുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. പെട്ടെന്ന് മനസ്സിലാകൂല. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് SL ഓർഡർ ഓഫ് എ സെല്ലർ, അതേപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത് സെൽ ഓർഡർ ഓഫ് എ ബയ്യർ. ഓക്കെ, സെല്ല് ചെയ്യുന്ന ഏരിയ, ബൈ ചെയ്യുന്ന ഏരിയ. അപ്പോൾ സെല്ല് ചെയ്യുന്ന ഏരിയേൻ്റെ തൊട്ട് മുകളിൽ എന്തായിരിക്കും ഉണ്ടാവുക, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും, അതുപോലെ തന്നെ ബൈ ചെയ്യുന്ന ഏരിയയുടെ ഒക്കെ താഴെ എന്തായിരിക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ ഈ ഒരു ഐഡൻറ്റിഫൈ ഏരിയ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ചാർട്ട്, ഇത് എന്തിൻ്റെ ചാർട്ടാണ്, ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണോ, ഓപ്ഷൻ്റെ ചാർട്ടാണോ, സ്റ്റോക്കിൻ്റെ ചാർട്ടാണോ, കൊമോഡിറ്റീൻ്റെ ചാർട്ടാണോ, ഈവൻ ഫോറക്സ് ചാർട്ടാണോ എന്നൊന്നും കൺസിഡർ ചെയ്യേണ്ട. സിംപ്ലി ഇതൊരു പ്രൈസ് ആക്ഷൻ ആണെന്ന് തീരുമാനിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക.
ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടുന്ന് മേജർ ബയ്യിങ് മേജർ സെല്ലിങ് വന്ന ഏരിയകൾ ഏതൊക്കെയാണ്? ഇത് നോക്കുകയാണെങ്കിൽ ഒരു മേജർ സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് മേജറായിട്ടൊരു ബയ്യിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് മേജറായിട്ടൊരു സെല്ലിങ് താഴേക്ക് വന്നിട്ടുണ്ട്, ഇവിടുന്ന് മേജറായിട്ടൊരു ബയ്യിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് മേജറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ നിന്ന് സെല്ലിങ് നടന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ നിന്ന് സെല്ലിങ് നടന്നിട്ടുണ്ട്, അതുപോലെ ഇവിടെ നിന്ന് സെല്ലിങ് നടന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഈ ഒരു കാണിച്ച ഈ ഒരു ഡയഗ്രത്തിൽ മേജറായിട്ട് സെല്ലിങ് വന്നിട്ടുള്ള ഏരിയ ഏതൊക്കെയാണ്? ഇത്, ഇവിടെ, ഇവിടെ. ഓക്കെ, അപ്പോൾ എന്താണ്, ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലായിരിക്കുമല്ലോ. ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലായിരിക്കും. അതുപോലെ ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലായിരിക്കും. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഈ ലൈനിൻ്റെ ഇതിൻ്റെ മുകളിലായിരിക്കും വെക്കുക. ഓക്കെ, ഇപ്പം എന്താണ്, സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഏത് ഫോമിലായിരിക്കും? ബൈ ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതിന് മുകളിൽ എന്തായിരിക്കും? ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, BSL, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ആരാ ബൈ ചെയ്തത്? ഇവിടെ നിന്നൊരു ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ മേജറായിട്ട് ബൈയിങ് വന്നത് ഇവിടെ നിന്നൊരു ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്നൊരു ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഏകദേശം എടുത്തിട്ടുമുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ മേജറായിട്ട് ബൈയിങ് വന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടെ ബൈയിങ് വന്നിട്ടുണ്ട്, അതുപോലെ ഓരോ കറക്ഷനിലും ബൈയിങ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, കോമൺ ആയിട്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ താഴെയായിരിക്കും അല്ലേ? ഇതിൻ്റെ താഴെയായിരിക്കില്ലേ ബൈയിങ്? ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഡബിൾ ബോട്ടം വന്നിട്ടുണ്ടല്ലോ, ഇവിടെ ഡബിൾ ബോട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇവിടുന്ന് ബൈ ചെയ്ത ആളുടെയും ഇവിടെ ബൈ ചെയ്ത ആളുകളുടെയും അതിന് ശേഷം ഒരു കറക്ഷൻ താഴേക്ക് വന്ന് ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? ഇതിന് താഴെയായിരിക്കും. ഓക്കെ, അപ്പോൾ മേജർ ബൈയിങ് വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഏരിയ ആണ്. അതുകൊണ്ട് ഈ ഏരിയേൻ്റെ താഴെ ബൈ ഓർഡേഴ്സ് അല്ലെങ്കിൽ ബൈയിങ് ഇനീഷ്യേറ്റ് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡർ. അപ്പോൾ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി SSL ഇതിന് താഴെയായിരിക്കും. ഇതിന് മുകളിൽ എന്താണ്? BSLും SSLും. BSL എന്ന് പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, SSL എന്ന് പറയുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, മുകളിൽ BSLും താഴെ SSLും. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെയിം ചാർട്ടിൽ തന്നെ സെല്ലിങ് വന്ന ഏരിയ. ഓക്കെ, കണ്ടില്ലേ, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് ബൈയിങ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, സെല്ല് ചെയ്യുന്ന ആളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഒരുപാട് പേര് സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഒരുപാട് ആളുകൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ്, അതിനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റിൽ അല്ലെ ICT പ്രകാരം ലിക്വിഡിറ്റി എന്ന് പറയുന്നത് പെൻഡിങ് ഓർഡേഴ്സ് ആണ്. ഇപ്പോൾ ഇവിടെ സെൽ ഓർഡർ ഇനീഷ്യേറ്റ് ചെയ്താൽ ഇതിൻ്റെ മുകളിലൊരു ഓർഡർ ഉണ്ടല്ലോ, എന്താണ്? സ്റ്റോപ്പ് ലോസ് ഓർഡർ. ഇവിടെ സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ അതെന്താണ്? അത് ട്രിഗർ ചെയ്യാതെ അല്ലെങ്കിൽ എന്താണ്, അത് ഹിറ്റ് ആവാതെ അവിടെ കിടക്കുകയാണ്. അതുപോലെ ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ കിടക്കുകയാണ്, ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴെ കിടക്കുകയാണ്. ഇതെന്താണ്? ഇത് സെൽ ഓർഡറുമാണ്, ഇത് ബൈ ഓർഡറുമാണ്, പെൻഡിങ് ഓർഡറാണ്. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്താണ് നെക്സ്റ്റ് ഒരു സ്ലൈഡിലേക്ക് കൂടി പോകാം. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ ഒരു പിക്ചർ കൂടി നോക്കുക. ഇതും ഞാൻ പറഞ്ഞ പോലെ ഏത് അസറ്റ് ക്ലാസ് ആണെന്ന് ഒന്നും അറിയണ്ട, ജസ്റ്റ് ഈ ചാർട്ട്, ഈ പ്രൈസ് ആക്ഷൻ നോക്കുക. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് മേജറായിട്ടുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, മേജറായിട്ടുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മേജറായിട്ട് ബൈയിങ് വന്നിട്ടുള്ള ഏരിയ നോക്കാം. ഇത് മേജറായിട്ട് ബൈയിങ് വന്ന ഏരിയ ആണ്, ഇത് മേജറായിട്ട് ബൈയിങ് വന്ന ഏരിയ ആണ്, ഇത് മേജറായിട്ട് ബൈയിങ് വന്ന ഏരിയ ആണ്. ഓക്കെ, ഇനി മേജറായിട്ട് സെല്ല് വന്ന ഏരിയ ഏതാണ്? ഇത് മേജറായിട്ട് സെല്ലിങ് വന്ന ഏരിയ ആണ്. ഇവിടെ സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ സെല്ലിങ് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടേക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്, ഇവിടേക്ക് സെല്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെയും സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? ബൈ ഓർഡർ. ഇതിന് മുകളിലൊക്കെ ബൈ ഓർഡർ ആയിരിക്കും.
ഓക്കെ, ഇതിന് മുകളിലൊക്കെ ബൈ ഓർഡർ. ബൈ ഓർഡർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെയൊക്കെ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ എന്താണ് സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും, ബൈ ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ എന്താണ്, ഇവിടെ നിന്ന് ആരൊക്കെയോ ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടെ ബൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലെവലിൻ്റെ താഴെ എന്തായിരിക്കും, ബൈ ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെല്ലാണ്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിന് താഴെ ഉണ്ടാകും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഇതിന് താഴെ എന്തുണ്ടാവും, ബൈ ചെയ്ത ആളുകൾ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിന് താഴെ വെച്ചതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ താഴെ ആയിരിക്കും. ലിക്വിഡിറ്റി പൂൾ എന്നറിയപ്പെടുന്നത് എന്താണ്, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെയും ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡർ ഇതിന് താഴെ ഉണ്ട്. അതുകൊണ്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റിംഗ് ബിലോ ദ ലൈൻ. ഓക്കെ, ഇതിന് താഴെ ആയിരിക്കും കൂടുതലായിട്ട് സ്റ്റോപ്പ് ലോസ്. ഇതിൻ്റെ താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ലെഗേ ഉള്ളൂ, ഇതിന് താഴെ 2 ലെഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ആയിരിക്കും കൂടുതൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇതിൻ്റെ താഴെയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉണ്ടാകും, പക്ഷേ ഇതിൻ്റെ താഴെയാണ് കൂടുതൽ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? ഇവിടെ എന്താണ്, ഇവിടെ മേജറായിട്ട് ബൈയിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേരെ സെൽ ഓർഡർ ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ പ്രൈസ് മുകളിലേക്ക് കൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയി ഇതിൻ്റെ താഴെ ഉണ്ടാകുമോ, എൻട്രി മിസ്സായ ആളുകളും ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടുന്ന് മേജർ ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് മേജർ ബൈയിങ് വന്നിട്ട് ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ ഉണ്ടാവും. ഉണ്ടാവില്ലേ? നമ്മൾ വരച്ചു വെച്ച സെയിം സംഭവം കണ്ടില്ലേ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഇതിൻ്റെ മുകളിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ ഒന്നുകൂടി പറഞ്ഞു തരാം. ഇവിടെ നിന്ന് സെല്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ല് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്. ഈ സെല്ല് ചെയ്ത ആളുകളുടെയൊക്കെ കോമൺ, ആ വേർഡ് ആലോചിക്കുക, കോമൺ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് അതിന് തൊട്ട് മുകളിലുള്ള ആ ഒരു റെസിസ്റ്റൻസ് എന്ന് റീറ്റെയിലേഴ്സ് വിചാരിക്കുന്ന, ആ റീറ്റെയിൽ ലോജിക്കിൽ പറയുന്ന ആ റെസിസ്റ്റൻസിൻ്റെ മുകളിലായിരിക്കും അവരുടെ സ്റ്റോപ്പ് ലോസ്. അല്ലേ? നമ്മളെ പഠിപ്പിച്ചതെന്ന് പറയുന്നത് സെല്ല് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ സെല്ല് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുകളിൽ റെസിസ്റ്റൻസിൽ നിന്ന് സെല്ല് ചെയ്ത റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എന്ത് വെക്കണം, സ്റ്റോപ്പ് ലോസ് വെക്കണം. അങ്ങനെ സെല്ല് ചെയ്യുന്ന ആളുകളൊക്കെ ഓരോ ഹൈൻ്റെ മുകളിൽ വേണം സ്റ്റോപ്പ് ലോസ് വെക്കാൻ. അപ്പോൾ എന്താണ്, ആ സ്റ്റോപ്പ് ലോസ് ആണ് ബൈ ഓർഡർ, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ താഴെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്താണ്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്. ഈ ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് സെൽ ഓർഡർ ആണ്. ഇതിൻ്റെ താഴെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. നെക്സ്റ്റ് എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിൻ്റെ താഴെയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ എന്താണ്, ഇത് മൈനർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആണ്. മേജർ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ടച്ചുകൾ വരണം. ഇവിടെ എന്താണ്, 2 ടച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, തേർഡ് ടച്ച്, ഫോർത്ത് ടച്ച്. ഈ ടച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ടച്ച് വരുന്ന സമയത്ത് ആ പാർട്ടിസിപ്പൻസ് കൂടുകയാണ്. ഓക്കെ, ഇപ്പം എന്താണ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ബൈയിങ് വന്നിട്ടുണ്ട്. ഈ ബൈയിങ് വന്നവരൊക്കെ സ്റ്റോപ്പ് ലോസിൻ്റെ താഴെയായിരിക്കും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ വീഡിയോസ് ഞാൻ നേരത്തെ ഒന്നുകൂടി പറയുകയാണ്. നമ്മളുടെ ലിക്വിഡിറ്റി പാർട്ട് 1, പാർട്ട് 2 ഫൗണ്ടേഷൻ ബേസിലെ വീഡിയോയും, ലിക്വിഡിറ്റി 1, ലിക്വിഡിറ്റി 2 പാർട്ട് 2, ലിക്വിഡിറ്റി പാർട്ട് 1, പാർട്ട് 2 നമ്മളുടെ മാസ്റ്ററിങ് സീരീസിലൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അത് ബൈ ഓർഡേഴ്സ് ആയിരിക്കും. സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ് എന്ന് പറയുന്നത് സെൽ ഓർഡേഴ്സ് ആയിരിക്കും. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് രണ്ടും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ആയിരിക്കും. ഓക്കെ, ബൈ ഓർഡർ എന്ന് പറയുന്നത് SL ഓഫ് എ സെല്ലർ, സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ബൈ ഓർഡർ ആണ്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് വിറ്റോളാം, പ്രൈസ് കയറി പോവുകയാണെങ്കിൽ ഞാൻ എക്സിറ്റ് ചെയ്തോളാം. എക്സിറ്റ് പറയുമ്പോൾ ഞാനത് വാങ്ങിക്കോളാം. ബൈ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടുന്ന് വാങ്ങിക്കോളാം, ഞാൻ ഉദ്ദേശിച്ചതിന് വിപരീതമായിട്ട് പോവുകയാണെങ്കിൽ ഞാനത് വിറ്റോളാം. ഓക്കെ, അതൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പം ബൈ സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയുമ്പം SL ഓഫ് എ സെല്ലർ, സെൽ സ്റ്റോപ്പ് ഓർഡർ എന്ന് പറയുമ്പോൾ SL ഓഫ് എ ബയ്യർ. ഓക്കെ, രണ്ടും എന്താണ്, റെസ്റ്റിംഗ് ഓർഡേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ്, രണ്ടും പെൻഡിങ് ഓർഡർ ആണ്. ഏതുവരെ, നമ്മളുടെ ഓർഡർ ഹിറ്റ് ആവുന്നതിന് മുൻപ് വരെ റെസ്റ്റിംഗ് ഓർഡേഴ്സ് ആയിരിക്കും അത്. ഓക്കെ, അതെന്താണ്, അത് അവിടെ ഒരു പെൻഡിങ് ഓർഡർ ആയിട്ട് കിടക്കും. ഓക്കെ, ലിക്വിഡിറ്റി ഹണ്ട് ഓർ സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ഒരു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ നമ്മൾ ബൈ ചെയ്ത ആളാണെങ്കിൽ നമ്മളുടെ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ഓർഡറും, നമ്മൾ സെല്ല് ചെയ്താണെങ്കിൽ നമ്മളുടെ തൊട്ട് മുകളിലുള്ള ബൈ സ്റ്റോപ്പ് ഓർഡറും ഹണ്ട് ചെയ്യലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ
മെയിനായിട്ടുള്ള ആ ഒരു മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു സ്ലൈഡിലേക്ക് തിരിച്ചു വരിക. ഇപ്പം നിങ്ങൾ നോക്ക്. ഓക്കെ ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് 10 lakh ബൈ ചെയ്യണമെന്നുണ്ട്. മാർക്കറ്റിൽ എന്താണ് 10 lakh ബൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താണ് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇല്ല. കാരണം എന്താണ് 10 lakh സെല്ല് ചെയ്യാൻ ആളില്ല. 10 lakh സെൽ ഓർഡേഴ്സ് അവിടെ ഇല്ല. പക്ഷെ സെൽ ഓർഡർ ഉള്ള ഏരിയ എവിടെയായിരിക്കും? അതൊന്ന് ആലോചിച്ച് നോക്കുക. സെൽ ഓർഡർ ഉള്ള ഏരിയ ഏതായിരിക്കും? ഞാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് മനസ്സിലായവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എവിടെയായിരിക്കും കൂടുതൽ ആളുകളും എവിടെ നിന്നാണ് ബൈ ചെയ്തത്? അതിൻ്റെ തൊട്ട് താഴെ ആ ബൈ ചെയ്ത ആളുകളുടെ സെൽ ഓർഡർ ഉണ്ടാവും. അതെടുത്തിട്ട് എന്ത് ചെയ്യും? ഇവർ ബൈ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ഇവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു 90-ലാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ ഇത് 80-ഉം. ഓക്കെ, ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഈ ഒരു പ്രൈസ് നിൽക്കുന്നത്, അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നിൽക്കുന്നത് 90-ലാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു 10 lakh ബൈ ഓർഡർ മാർക്കറ്റിൽ ഇനീഷ്യേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അവർക്ക് 10 lakh ബൈ ഓർഡർ ചെയ്യാൻ ലിക്വിഡിറ്റി അൺഅവൈലബിൾ ആണ്. കാരണം എന്താ, ആ ഒരു പ്രൈസിന് അവിടെ വിൽക്കാൻ ആൾ താല്പര്യപ്പെടുന്നില്ല. മനസ്സിലായില്ലേ? അവർക്ക് ആ ഒരു പ്രൈസിന് അവിടെ വാങ്ങണമെങ്കിൽ അതേ പ്രൈസിൽ തന്നെ വിൽക്കാൻ ആൾ വേണം. ഓക്കെ, അവിടെ വിൽക്കാൻ ആളില്ലെങ്കിൽ ബൈയിങ് നടക്കില്ല. അവിടെ സെല്ല് ചെയ്യാൻ ആളില്ലെങ്കിൽ അവരുടെ ബൈയിങ് നടക്കില്ല. പക്ഷെ എന്താണ്, അവർ സെല്ല് ചെയ്യാൻ താല്പര്യപ്പെടുന്ന സ്ഥലത്ത് പോയിട്ട് ബൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ചെയ്തുകൂടെ? അപ്പോൾ എന്താണ്, നിങ്ങൾ നോക്കുക, ഈ 80 രൂപ ഇത് കണ്ടില്ലേ, ഇവിടെ എന്താണ് മേജറായിട്ട് ബൈയിങ് വന്ന ഏരിയാസാണ്. ഇതിൻ്റെയൊക്കെ താഴെ എന്താണ് സെൽ ഓർഡർ ഉണ്ട്. ഇവരെന്ത് ചെയ്യും? പ്രൈസിനെ താഴേക്ക് ഇറക്കിയിട്ട് ഈ ബൈ ചെയ്ത ആളുകളുടെ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യും. ഹണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ 10 lakh സെൽ ഓർഡർ 10 lakh ബൈ ഓർഡർ ആക്കി മാറ്റും. ഇങ്ങനെയാണ് ആക്ച്വലി മാനിപ്പുലേഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി അത് നോക്കാം. ഓക്കെ, മനസ്സിലാവാത്ത ആളുകൾക്കാണെങ്കിൽ ഒന്നുകൂടി പറയാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് SBIയിൽ 10 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യണം. ഓക്കെ, ബൈ ചെയ്യണം. പക്ഷേ ഇവിടെ ലിക്വിഡിറ്റി അൺഅവൈലബിൾ ആണ്. ലിക്വിഡിറ്റി അൺഅവൈലബിൾ ആണെന്ന് പറയാൻ കാരണം എന്താണ്? അവരുദ്ദേശിക്കുന്ന ആ ഒരു പ്രൈസിന് വിൽക്കാൻ ആൾക്ക് താല്പര്യമില്ല. വാങ്ങാൻ ആളുണ്ടെങ്കിലല്ലേ വിൽക്കാൻ ആളുണ്ടെങ്കിലല്ലേ വാങ്ങുന്ന പരിപാടി നടക്കൂ. അപ്പോൾ എന്താണ്, ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, മേജറായിട്ട് ആളുകൾ ബൈ ചെയ്ത ഏരിയകൾ, അതിൻ്റെ തൊട്ട് താഴെ ഈ ബൈ ചെയ്ത ആളുകളുടെ സെൽ ഓർഡർ കിടപ്പില്ലേ, ആ സെൽ ഓർഡറിലേക്ക് പ്രൈസിനെ കൊണ്ടുവരും. പ്രൈസിനെ എന്ത് ചെയ്യും? സെൽ ഓർഡറിലേക്ക് കൊണ്ടുവന്ന് ആ സെൽ ഓർഡർ എന്ത് ചെയ്യും? ഇവരെന്ത് ചെയ്യും? ദർ വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ബൈ ഓർഡർ. സെൽ ഓർഡർ ബൈ ഓർഡർ ആക്കിയിട്ട് പ്രൈസിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. ഇപ്പോൾ ഇവർക്ക് ഇവിടെ 2 അഡ്വാൻറ്റേജ് കിട്ടി. എന്തൊക്കെയാണ്? ഒന്ന് എന്ന് പറയുന്നത്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും പ്രൈസിനെ താഴേക്ക് താഴേക്ക് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു ഡിമാൻഡ് പ്രൈസിൽ കിട്ടി. ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടി. കാരണം എന്താണ്? വാങ്ങാൻ ഉദ്ദേശിച്ച പ്രൈസിനേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന വിലയിൽ, ഒരു ചീപ്പ് വിലയ്ക്ക് അവർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതുപോലെ എക്സിക്യൂട്ടും ചെയ്യാൻ വേണ്ടി പറ്റി. ഓക്കെ, അങ്ങനെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു കാര്യം നമ്മൾ ഒന്നുകൂടി സ്ലൈഡ് വൈസ് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇൻറ്റൻഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ബൈയിങ്. ഓക്കെ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് ബൈയിങ് ആണ് അവരുടെ ഇൻറ്റൻഷൻ എങ്കിൽ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ബൈയിങ് ആണ്. 10 lakh ഇക്വിറ്റിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാനാണ്. നോക്കുകയാണെങ്കിൽ നോട്ട് അവൈലബിൾ, മിക്കവാറും സമയങ്ങളിൽ നോട്ട് അവൈലബിൾ ആയി. കാരണം അവരുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കില്ല. ചില സമയത്ത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചായിരിക്കും. അപ്പോൾ എന്താണ്, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, 10 lakh ബൈ ചെയ്യണമെങ്കിൽ 10 lakh സെല്ല് വേണം. നമുക്ക് ഒരു ബൈക്ക് വാങ്ങണമെങ്കിൽ ആ ബൈക്ക് വിൽക്കാൻ അവിടെ ഒരാൾ റെഡി ആവേണ്ടത്. നിങ്ങൾ ആ ഒരു ബിസിനസ് മൈൻഡിൽ ചിന്തിച്ച് നോക്കുക. നമുക്കൊരു 10 ഒരു വീട് വാങ്ങണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ വീട് വിൽക്കാൻ അവിടെ ആൾ വേണം.
നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തരാൻ, നമുക്ക് വിൽക്കാനായിട്ട് അവിടെ ഒരാൾ വേണം. അപ്പോൾ 10 lakh ബൈ ഓർഡർ ചെയ്യണമെങ്കിൽ 10 lakh വിൽക്കാൻ ആൾ വേണ്ടേ? അപ്പം അങ്ങനെ വിൽക്കാൻ ആളില്ലെങ്കിൽ എവിടെ നിന്ന് വിറ്റോളാം എന്ന് ആളുകൾ പറയുന്നു, ആ സ്ഥലത്തേക്ക് പ്രൈസിനെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ ആലോചിച്ച് നോക്കുക, 10 lakh ഷെയർസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് വിൽക്കണമെന്ന് താല്പര്യമുണ്ട്, വാങ്ങണമെന്ന് താല്പര്യമുണ്ട്. അവരുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ബൈയിങ് ആണ്. അവർ 10 lakh ബൈ ഓർഡർ ഇനീഷ്യേറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷെ 10 lakh സെൽ ഓർഡർ ഇല്ലാത്തതിനോണ്ട് അവിടെ എന്താണ്, ലിക്വിഡിറ്റി അൺഅവൈലബിൾ ആണ്, നോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ എന്താണ്, ആളുകൾ സെല്ല് ചെയ്തോളാം എന്ന് പറയുന്ന ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഒരാൾ ബൈ ചെയ്തതിൻ്റെ താഴെയുള്ള സ്റ്റോപ്പ് ലോസ് മുഖേനയാണ് പറയുന്നത്. കാരണം ഇതിന് താഴെ പോയാൽ ഞാൻ സെല്ല് ചെയ്തോളാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ത് ചെയ്യും, അത് അഡ്വാൻറ്റേജ് ആക്കി എടുത്തിട്ട് ആ സെൽ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രൈസിനെ താഴേക്ക് പുഷ് ചെയ്യും. ബൈ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, പ്രൈസിനെ താഴ്ത്തും. ഓക്കെ, അപ്പോൾ താഴ്ത്തുമ്പോൾ എന്താണ്, ഈ റീറ്റെയിലേഴ്സിൻ്റെ സെൽ ഓർഡറും അവർക്ക് കിട്ടും. അതുപോലെ തന്നെ ഇപ്പം പ്രൈസ് നിൽക്കുന്ന ആ പ്രൈസിന് കുറച്ചുകൂടി താഴ്ന്ന പ്രൈസിലേക്കും അവർക്ക് കിട്ടും. അങ്ങനെ എന്തു ചെയ്യും, അവിടെ താഴെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ബൈയിങ് ആക്കി മാറ്റും. അതാണ് നമ്മളിവിടെ എഴുതിയ കളക്ടിങ് ഓൾ ദ ലിക്വിഡിറ്റി ആൻഡ് കൺവേർട്ടഡ് ഇൻ ടു ബൈ ഓർഡർ. അവിടെ അവരുടെ റീറ്റെയിലേഴ്സിൻ്റെ സെൽ ഓർഡർ എല്ലാം കളക്ട് ചെയ്ത് അവരെന്ത് ചെയ്യും, ബൈ ഓർഡറാക്കി മാറ്റും. ഓക്കെ, ഇതാണ് ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കുക. നിങ്ങൾ ഇവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട, ഇവിടെ നോക്കുക, ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ നോക്കുക, ഈ 1 എന്ന് എഴുതിയത് നോക്കുക. ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു പ്രൈസ് ആക്ഷൻ കാണിക്കുന്നു. ഇപ്പം പ്രൈസ് ഉള്ളത് ഇവിടെയാണ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്താ വേണ്ടത്, ബൈയിങ് ആണ് അവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവർ നോക്കും ഏറ്റവും കൂടുതൽ ആലോചിച്ച് നോക്കുക, ബൈ ചെയ്യണമെങ്കിൽ എത്രത്തോളം ബൈ ചെയ്യുന്നു അത്രത്തോളം സെല്ല് ചെയ്യാൻ ആൾ വേണം. ഇവിടെ അവർ ബൈയിങ് ചെയ്യില്ല. കാരണം എന്താണ്, ഇവിടെ അവർ ഉദ്ദേശിച്ച പോലത്തെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല. ഇൻ കേസ് ഇനി അവർ അവിടെ നിന്ന് എൻട്രി ചെയ്യുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും, അവർ ഒരു ഫെയർ പ്രൈസിനായിരിക്കും ബൈ ചെയ്യുക. എന്ന് വെച്ചാൽ എന്താണ് ഒരു ഹൈ പ്രൈസ് ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, പ്രൈസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ, ഇവിടുന്ന് മേജർ ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് മേജർ ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് മേജർ ബൈയിങ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ ആയിരിക്കും. എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയ ആണ് ഇത്. കാരണം ഇവിടുന്ന് ബൈ ചെയ്ത ആളുകളെല്ലാം ബ്രോക്കറിനൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ബ്രോക്കറോട് പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ഇതിന് താഴെ പോവുകയാണെങ്കിൽ സെല്ല് ചെയ്തോളൂ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് താഴേക്ക് വിടും. അപ്പോൾ എന്താവും, ഇവിടെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് എല്ലാം, നമ്മളെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഒക്കെ ട്രിഗർ ആവാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യും, അവർ ഇവിടെ സെല്ല് ചെയ്ത നമ്മളുടെ സെൽ ഓർഡർ എല്ലാം കൂടി ബൈ ഓർഡർ ആക്കിയിട്ട് പ്രൈസിനെ മുകളിലേക്ക് പുഷ് ചെയ്യും. ഓക്കെ, കണ്ടില്ലേ, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഈ പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകുന്നത് മറ്റുള്ള ആളുകൾ എന്തായിട്ട് വിചാരിക്കും, പ്രൈസ് ഇനി താഴേക്കേ പോകൂ. ഇതെന്താണ്, ഇതൊരു സപ്പോർട്ടാണ്. ഇത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ പ്രൈസ് ഇനി താഴേക്ക് പോകും. ഇവിടെ ആക്ച്വലി നടക്കുന്നത് എന്താണ്, സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് എന്ത് ചെയ്തു, ഇവിടെയുള്ള സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്തുകൊണ്ടാണ് സപ്പോർട്ടും റെസിസ്റ്റൻസും 80% അല്ലെങ്കിൽ 70% ഫെയിൽ ആവുന്നതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബൈയിങ് ആണ്. ഓക്കെ, ബൈയിങ് ആണ് ഇപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുമ്പം. ബ്രോട്ട് ഇറ്റ് ഡൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, പ്രൈസിനെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് പ്രൈസിനെ താഴേക്ക് കൊണ്ടുപോകും. ഈ താഴേക്ക് കൊണ്ടുപോകുന്നത് എന്തിനാണ്, കളക്ട് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ റീറ്റെയിലേഴ്സ് ബൈ ചെയ്ത അവരുടെ സെൽ ഓർഡേഴ്സ് ബൈ ചെയ്യണമെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യുന്നത് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ആണ്. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എപ്പോഴും ഒരു ലോയിലായിരിക്കും, താഴേന്നായിരിക്കും. റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്നത് ലോന്നായതുകൊണ്ട് തന്നെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ലോയിലായിരിക്കും. അതുകൊണ്ട് ആ ലോയിലേക്ക് പ്രൈസിനെ താഴ്ത്തും ഫോർ ദ പർപ്പസ് ഓഫ് കളക്ടിങ് ലിക്വിഡിറ്റി എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. അതുപോലെ തന്നെ എന്താണ്, അവർക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടും. കാരണം കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 90 ആണെങ്കിൽ അവർക്ക് ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടി താഴേക്ക് വരുമ്പോൾ എന്താവും, അത് ചിലപ്പോൾ ഒരു 80-75, ഓക്കെ, കുറച്ചുകൂടി ചീപ്പ് പ്രൈസിൽ അവർക്ക് കിട്ടും. അങ്ങനെയാണ് ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ്
ഓർഡർ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലേ അവർക്ക് നമ്മൾ ബൈ ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഞാനൊരു ബൈ ചെയ്ത് ഒരു സെല്ലായിട്ട് ഒരു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ച് തിരിച്ച് മാർക്കറ്റ് മുകളിൽ പോകുന്നതിൻ്റെ കാര്യം എന്താണ്? അവർക്കറിയാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കാരണം എന്താ, ഞാനൊരു സപ്പോർട്ടിൻ്റെ താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചത്, ഞാനൊരു സ്വിംഗ് ലോൻ്റെ താഴെയായിരിക്കും സപ്പോർട്ട് വെച്ചത്. അപ്പോൾ ഇവർക്കറിയാം ഒട്ടുമിക്ക ഇവന്മാരൊക്കെ വെച്ച സ്ഥലം ഇതാണ്, അവിടെ പോയാൽ നമുക്ക് കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് സെൽ ഓർഡർ കിട്ടും, അത് നമുക്ക് ബൈ ഓർഡർ ആക്കി തിരിച്ച് മാർക്കറ്റ് പോകും. ഇൻ കേസ് 10 ലാക്കിലെ ഒരു 8 ലാക്ക് ഇതുപോലെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളൂ. അതിനർത്ഥം ഡോണ്ട് ഗെറ്റ് ഇനഫ് ലിക്വിഡിറ്റി. അവർക്ക് എന്താണ്, ഇനിയും ലിക്വിഡിറ്റി വേണം, ഒരു 2 ലാക്ക് ലിക്വിഡിറ്റി കൂടി വേണമെങ്കിൽ എന്താണ്, അവിടെയാണ് ക്രിയേഷൻ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ക്രിയേഷൻ ഓഫ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം എന്താണ്, ഇത് ക്രിയേറ്റ് ചെയ്ത ലിക്വിഡിറ്റി അല്ല, ഇത് ലിക്വിഡിറ്റി ഹണ്ടിങ് ആണ്. കാരണം എന്താണ്, റീറ്റെയിലേഴ്സ് ബൈ ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് എന്നുണ്ടെങ്കിൽ എന്താണ്, അവർ സെൽ ഓർഡർ ട്രിഗർ ചെയ്യിക്കാൻ താഴേക്ക് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ടും അവർക്ക് അവരുടെ പൊസിഷൻസിൽ എന്താണ്, അവരുടെ ഓർഡർ മാച്ച് ആയിട്ടില്ലെങ്കിൽ 10 ലക്ഷത്തിൽ 8 ലക്ഷം ഓർഡറെ എക്സിക്യൂട്ട് ആയിട്ടുള്ളൂവെങ്കിൽ പിന്നെ ചെയ്യുന്ന അടുത്ത മാനിപ്പുലേഷൻ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് ഈ ഒരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ക്രിയേഷൻ ഓഫ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് യൂസ് ചെയ്യുന്നതാണ് പാറ്റേൺസ്. ഓക്കെ, ഒരു ശ്രദ്ധിച്ച് കേൾക്കുക. ഒരു റീറ്റെയിലർ ബൈ ചെയ്യണമെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അതിൻ്റെ മെയിൻ റൂൾ എന്ന് പറയുന്നതാണ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുക, ബുള്ളിഷ് പാറ്റേൺസ്, ദർവാസ് ബോക്സ് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, എല്ലാം പാടി കയറി ബൈ ചെയ്തോളും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഫ്ലാഗ് പാറ്റേൺ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഡബിൾ ബോട്ടം. നെക്സ്റ്റ് എന്താണ്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഈ ഒരു ടൈപ്പ്, ഇവിടെ ബൈ ചെയ്തോളൂ. SL ഒന്നും ആലോചിക്കണ്ട, SL ഇത് അതിൻ്റെ താഴെ ഉണ്ടാവും. ഓക്കെ, ഫ്ലാഗാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്താൽ ഒബ്വിയസ്ലി ഉറപ്പാണ് അതിൻ്റെ താഴെ ഉണ്ടാവും സ്റ്റോപ്പ് ലോസ്. ബൈ ചെയ്തവൻ്റെ സ്റ്റോപ്പ് ലോസ് എന്താണ്, സെൽ ഓർഡർ, അതിൻ്റെ താഴെ ഉണ്ടാവും സെൽ ഓർഡർ. ഓക്കെ, അതുപോലെ റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണെന്ന് വിചാരിച്ചോ. റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ആവുന്ന സമയത്ത് ഒരു ബൈ എടുക്കും, സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാവും, ഇതിൻ്റെ താഴെ ഉണ്ടാവും SL. ഓക്കെ, ചില ബ്രേക്ക് ഔട്ടിൽ ഇങ്ങനെയായിരിക്കും, SL ഇതാ ഇവിടെ ഉണ്ടാവും, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല, അതാ ഇവിടെ ഉണ്ടാവും സ്റ്റോപ്പ് ലോസ്. കുറച്ചുകൂടി ക്യാഷ് ഉള്ളവനാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ താഴെയായിരിക്കും വെക്കുക സ്റ്റോപ്പ് ലോസ്. അങ്ങനെ എന്താണ്, ഒരു പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്കറിയാം, അല്ലെങ്കിൽ ലോജിക്കലി ചിന്തിക്കുന്നവനറിയാം ഇവന്മാരെ സ്റ്റോപ്പ് ലോസ് എവിടെയാണുള്ളതെന്ന്. അപ്പോൾ എന്താണ്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രൈസിനെ താഴേക്ക് കൊണ്ടുവന്ന് ഈ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിൻ്റെ താഴേക്കുള്ള ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്തു. ഓക്കെ, 10 ലാക്കിൽ ഒരു 8 ലാക്കേ കിട്ടിയിട്ടുള്ളൂ, ഒരു 2 ലാക്ക് ഇനിയും വേണം. അപ്പോൾ എന്ത് ചെയ്യും, പ്രൈസിനെ ഒന്നുകൂടി താഴേക്ക് ഇറക്കിയിട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു പാറ്റേൺ ഇട്ട് കൊടുക്കും. ഈ പാറ്റേൺ ബ്രേക്ക് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, റീറ്റെയിലേഴ്സ് ഇവിടെ അഗെയിൻ ബൈ ചെയ്യും. അവരുടെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും, ഇതിന് താഴെ ഉണ്ടാവും. എന്ത് ചെയ്യും, താഴേക്കൊന്ന് ഇറക്കിയിട്ട് ഈ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് 10 ലാക്ക് ആക്കിയിട്ട് ബും, മാർക്കറ്റ് മുകളിലേക്ക്. ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായല്ലോ. മെയിനായിട്ട് മനസ്സിലാക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് ബൈ ആണ്. 10 ലാക്ക് ക്വാണ്ടിറ്റി ബൈ ചെയ്യണം. ഓക്കെ, 10 ലാക്ക് ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് 10 ലാക്ക് സെല്ല് ചെയ്യാൻ ആൾ വേണം. സെൽ ഓർഡർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, സെൽ ഓർഡർ ആദ്യം പോയിട്ട് ഹണ്ട് ചെയ്തിട്ട് കിട്ടാതെ ആയാൽ ഉണ്ടാക്കിയാൽ മതി. മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ്, സെൽ ഓർഡർ ഹണ്ട് ചെയ്യാൻ വേണ്ടി പോകും. എവിടെയാണ് സെൽ ഓർഡർ ഹണ്ട് ചെയ്യാൻ പോവുക, ബൈ ചെയ്ത ഒരുപാട് റീറ്റെയിലേഴ്സ് ബൈ ചെയ്ത ഏരിയയിലേക്ക് പ്രൈസിനെ താഴ്ത്തും. ഓക്കെ, ഇപ്പം പ്രൈസ് നിൽക്കുന്ന കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെയാണെങ്കിൽ എന്താണ്, കൂടുതലായിട്ട് ആളുകൾ ബൈ ചെയ്ത ഏരിയതാ, ഈ ഒരു ഏരിയയിലാണ് ബൈ ചെയ്തെങ്കിൽ ഇതിൻ്റെ താഴെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. പ്രൈസിനെ എന്ത് ചെയ്യും, പ്രൈസിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് താഴ്ത്തും. ഇപ്പോൾ പലർക്കും ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് അവർ താഴ്ത്തുന്നത്? ഈ താഴ്ത്തുമ്പോൾ അവർക്ക് ലോസ് ആവില്ലേ? അവർക്ക് ലോസ് ആവും. ഇതാണ് പറഞ്ഞത് പൊസിഷണൽ മാനേജ്മെൻറ്റ്. അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴ്ത്തും. ഓക്കെ,
മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ആദ്യം ഒന്ന് സെല്ല് ചെയ്യും. സെല്ല് ചെയ്ത് ഇതിനെ താഴ്ത്തും. എന്തിനാണ് താഴ്ത്തുന്നത്? കുറച്ചുകൂടി ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് കിട്ടാനും അതുപോലെ ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ചെയ്യാനും. ഓക്കെ, ഇവരെന്തു ചെയ്യും? ഇവിടുന്ന് സെല്ല് ചെയ്തത് ഇവിടെ പോയിട്ട് ബൈ ചെയ്തിട്ട് ആ സമയത്ത് തന്നെ ഇതൊരു ബൈ ഓർഡർ ആക്കി മാറ്റും. ഞാൻ പറയുന്നത് മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ നിന്ന് സെല്ല്, ഇപ്പോൾ പലർക്കും വരുന്ന ഡൗട്ട് പറയുന്നത് ഇവർ സെല്ല് ചെയ്ത സംഭവം ഇവരിപ്പോൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും? ഈ പ്രൈസിനെ താഴേക്ക് ഇറക്കും. ഓക്കെ, താഴേക്ക് ഇറക്കി ഈ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം കൂടി കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അതിന് ശേഷം ഇനി ലിക്വിഡിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യും? ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യും. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ബുള്ളിഷ് മർബോസു, പെനറ്റ്, ഹെഡ് ആൻഡ് ഷോൾഡർ, ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ, അങ്ങനെ പല തരത്തിലുള്ള ഓൾഡ് സ്കൂളായിട്ടുള്ള നമ്മളുടെ റീറ്റെയിലേഴ്സ് ഇപ്പോഴും വിശ്വസിക്കുന്ന പല പാറ്റേൺസും കാര്യങ്ങളൊക്കെ ബൈ ചെയ്യാൻ ഏത് പാറ്റേൺ ഇട്ട് കൊടുത്താലാണ് ഒരു റീറ്റെയിലർ ബൈ ചെയ്യുക? അത് അങ്ങ് അവിടെ ഇട്ട് കൊടുക്കും. മിയർലി ഇവിടെ ഒരു ഫ്ലാഗ് ഇട്ട് കൊടുത്താൽ ആ ഫ്ലാഗ് ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന പോലെ കാണിച്ചാൽ മതി. എല്ലാം പാടി മത്തി പോലെ പോയിട്ട് ഇവിടെ ബൈ ചെയ്യും. ഇവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ഉണ്ടാവും? ഇതിന് താഴെ. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും? ഒന്ന് താഴ്ത്തിയിട്ട് ആ സെൽ ഓർഡർ കൂടി എടുത്ത് ഓർഡർ മാച്ച് ചെയ്തിട്ട് അങ്ങ് മുകളിലേക്ക് പോകും. ഓക്കെ, ഓർഡർ മാച്ച് ചെയ്തു പോകും. അപ്പോൾ എന്താണ്? ഈ സെല്ല് ചെയ്യുന്ന ഇവിടെയും പ്രോഫിറ്റ് കിട്ടി. കാരണം എന്താണ്? ഇവിടുന്ന് പ്രൈസിനെ എന്ത് ചെയ്തു? പ്രൈസിനെ ഒന്ന് താഴ്ത്തും. ബൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പ്രൈസിനെ താഴ്ത്തും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ബൈ സെനാരിയോ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോഴാണ് നമ്മളുടെ ICT പവർ ഓഫ് 3യുടെ ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ICT പവർ ഓഫ് 3: അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ടാവും. ഈ അക്യുമുലേഷൻ ഫേസിൻ്റെ താഴെയായിരിക്കും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ആ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീനെ എന്ത് ചെയ്യും? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ ഇതിൻ്റെ താഴെയുള്ള ലിക്വിഡിറ്റീസ് എല്ലാം എടുത്തിട്ട് പ്രൈസ് നേരെ മുകളിലേക്ക് പോകും. ഇതാണ് അക്യുമുലേഷൻ ഫേസ്, മാനിപ്പുലേഷൻ ഫേസ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. ഇൻ ദ കേസ് ഓഫ് ബൈയിങ്, ഇൻറ്റൻഷൻ ഓഫ് ബൈയിങ്, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇൻറ്റൻഷൻ ഓഫ് ബൈയിങ് അല്ലേ. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒരു ബൈയിങ് സെനാരിയോയിൽ നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നുകൂടി ചെയ്യുകയാണെങ്കിൽ എന്താണ്? ടാറ്റ മോട്ടോഴ്സ്, റീറ്റെയിലർ, ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു റീറ്റെയിലർ വാങ്ങുന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് നമുക്കറിയാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങുന്ന ക്വാണ്ടിറ്റി എന്താണെന്ന് അറിയാം. ലിക്വിഡിറ്റി ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു റീറ്റെയിലറുടെ എപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. കാരണം എന്താണ്? ദ ഡീൽ വിത്ത് സ്മോളർ എമൗണ്ട് ഓഫ് മണി. അതുപോലെ തന്നെ ചെറിയ ലോട്ട് സൈസ് ആയിരിക്കും, ചെറിയ ക്വാണ്ടിറ്റി ആയിരിക്കും. പക്ഷേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലിക്വിഡിറ്റി എല്ലാ സമയവും അവിടെ ഉണ്ടാവണം എന്നില്ല. കാരണം എന്താണ്? അവർ മാസ് ലിക്വിഡിറ്റിയിലായിരിക്കും അവരുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പം ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാൻ ഇൻസ്റ്റിറ്റ്യൂഷന് വരണം. അതുപോലെ ആ ഹണ്ട് ചെയ്തിട്ടും ആ ലിക്വിഡിറ്റി മാച്ച് ആയിട്ടില്ലെങ്കിൽ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടിയും വരും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റീറ്റെയിലർ, ഇൻസ്റ്റിറ്റ്യൂഷൻ, ലിക്വിഡിറ്റി അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ റീറ്റെയിലർക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റായിട്ട് അങ്ങ് ബൈ ചെയ്യാം. വേറെ ഒന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യം തിരിച്ചാണ്. കാരണം അവർക്ക് അവർ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി അവിടെ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ എന്താണ്? അവർക്ക് എന്ത് ചെയ്യണം? ലിക്വിഡിറ്റി എവിടെയാണോ ലിക്വിഡിറ്റി ഉള്ളത് ആ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യാൻ വരണം. ബൈ ചെയ്യാനാണെങ്കിൽ 10 lakh ബൈ ചെയ്യാനാണെങ്കിൽ 10 lakh സെല്ല് ചെയ്യാൻ ആൾ വേണം. 10 lakh സെല്ല് ചെയ്യാനാവണം. അതുകൊണ്ട് തന്നെ സെല്ല് ചെയ്യാൻ ആളുകളുള്ള ഏരിയ ഏതാണ്? ആ ഏരിയയിലേക്ക് പ്രൈസിനെ താഴ്ത്തും. ലിക്വിഡിറ്റി ഹണ്ടും ചെയ്യും. ഹണ്ട് ചെയ്തതിന് ശേഷം ലിക്വിഡിറ്റി അവർക്ക് 10 lakh to 10 lakh മാച്ച് ആയില്ലെങ്കിൽ അവർക്ക് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടും വരുന്നുണ്ട്. അവിടെയാണ് ആക്ച്വൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ മാനിപ്പുലേഷൻ ബിഗിൻസ്. അതിനുശേഷം എന്താണ് നമ്മൾ പറഞ്ഞത്? അതിനുശേഷം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഞാൻ പറഞ്ഞ പോലെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പലതും മനസ്സിലാവില്ല. അത് കണ്ടതിന് ശേഷമാണ് നിങ്ങളിത് കാണണമെങ്കിൽ പച്ചവെള്ളം പോലെ മനസ്സിലാവും. അതുപോലെ തന്നെ നമ്മൾ ചാർട്ട് ബേസ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കാര്യങ്ങളെല്ലാം ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് നമ്മൾ നിർത്തിയത്. ഇപ്പോൾ പല ആളുകൾക്കും ഡൗട്ട് ഉണ്ടാവും. നമ്മളൊന്ന് ചാർട്ട് പോയിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്സിലെ ആ ഒരു മാനിപ്പുലേഷൻ സ്റ്റേജ് പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് ബ്രിട്ടാനിയ എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഒരു 50 minute ചാർട്ടാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ? പ്രൈസ് അഗ്രസീവായിട്ട് താഴേക്ക് വന്നു. അതിനുശേഷം എന്താണ്? പ്രൈസ് ഒരു ഡൗൺ മൊമെൻറ്റം വന്നു. ഇവിടെ നിന്ന് എന്താണ്? പ്രൈസ് ഒരു തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി. ഇപ്പോൾ എന്താണ്? പ്രൈസ് തിരിച്ച് താഴേക്ക് തന്നെ വരികയാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ മേജർ ആയിട്ടുള്ള ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാധനം ഏതായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കൂ.
ഇതെന്താണ്, ഒരു മേജർ ലിക്വിഡിറ്റി പോയിന്റ് ആണ്. ഓക്കെ, മേജർ ലിക്വിഡിറ്റി പോയിന്റ് എന്ന് പറഞ്ഞാൽ മേജറായിട്ട് ബൈയിങ് വന്ന ഏരിയ കൂടിയാണ് ഇത്. ഈ മേജറായിട്ട് ഇവിടെ നിന്ന് ബൈയിങ് വന്നതുകൊണ്ട് തന്നെ എന്താണ്, ഇതിൻ്റെ തൊട്ട് താഴെ എന്താണ്, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിരിക്കും. കാരണം എന്താണ്, നിങ്ങൾ നോക്കുക, പ്രൈസ് വന്ന് ഇവിടെ നിന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്നൊക്കെ ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്. ഇതാ മേജർ ബൈ ഇവിടെ നിന്ന് ഉണ്ട്. അപ്പോൾ ഇവിടെ ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഉണ്ടാവും. കാരണം എന്താണ്, ഇപ്പോൾ സ്വിങ് പൊസിഷനോ അല്ലെങ്കിൽ ലോങ് ടേമിനൊക്കെ ട്രേഡ് ചെയ്ത ആളുകൾ, ഇപ്പോൾ ഇത് കട്ട് ചെയ്ത ആളുകളൊക്കെ ചിലപ്പോൾ ഈ ഒരു ലെവലിൽ, ഒരു സേഫ് ലെവലിൽ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെയൊക്കെ വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം എന്താണ്, പ്രൈസ് തിരിച്ച് താഴേക്ക് വരുന്നു. ഇവിടെ നിന്ന് എന്താണ്, ഇവിടെ നിന്ന് വീണ്ടും ഒരു ബൈയിങ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ പറയാം, ഇതിൻ്റെ താഴെ ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ താഴെ നന്നായിട്ടുണ്ടാകും. SSL, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇതിൻ്റെ താഴെ നന്നായിട്ടുണ്ടാകും. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പം എന്തുകൊണ്ടാണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഇനി നമുക്ക് എന്താണ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നോക്കണ്ടേ. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി നമ്മൾ കണ്ടുപിടിച്ചു, ഇതാണ് സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയോ ജസ്റ്റ് ഇവിടെ നോക്കുക, ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ആയിരിക്കും മേജർ ആയിട്ടുള്ളൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. എന്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ നോക്കുകയാണെങ്കിൽ, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട് ഇല്ലേ, അതുപോലെ ഇവിടെ നിന്നും സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് സെല്ലിങ് വന്ന ആളുടെയും ഇതിൻ്റെയും മുകളിൽ എന്തായിരിക്കും, SL ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ എന്താണ്, ഇതാ ഈ സാധനം ഒന്ന് നമ്മൾ നീക്കുകയാണെങ്കിൽ എന്താണ്, ഈ ഒരു സ്വിങ് ഹൈയിലേക്കും വെക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കൂ, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്, ഇവിടെ നിന്ന് സെല്ലിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സെല്ല് ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇതിന് മുകളിലായിരിക്കും. സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് പറയുമ്പോൾ ബൈ ഓർഡർ. അതുപോലെ ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്ത ആളുകളുടെ ഒക്കെ സ്റ്റോപ്പ് ലോസ്, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകൾ, ഇതിപ്പം 1, 2, 3 ടച്ച്, ഓക്കെ, സപ്പോർട്ട് എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മുകളിൽ എന്താണ്, മുകളിൽ BSL-ഉം താഴെ SSL-ഉം, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി. ഓക്കെ, ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ്മെൻറ്റ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ്മെൻറ്റ് ചെയ്യാണ്, ബ്രിട്ടാനിയ സ്റ്റോക്സിൽ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു 10 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യണം. ഓക്കെ, 10 lakh അവരുടെ ഫണ്ടമെൻ്റൽസും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ടീമും അവരുടെ അനലിസ്റ്റ് ആളുകളെല്ലാം കൂടി മനസ്സിലാക്കി ബ്രിട്ടാനിയയിൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പോകാം. ഓക്കെ, ഒരു ബൈയിങ് തന്നെ പോകാം, ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ. ഇപ്പം നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഞാനിതൊന്ന് ഇവിടേക്ക് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കറൻറ്റ് പ്രൈസ് നിൽക്കുന്നത് അറൗണ്ട് നോക്കുകയാണെങ്കിൽ എവിടെയാണ്, നിങ്ങൾ നോക്കാം 5698. ഓക്കെ, 5700 എന്നുള്ള ഒരു റൗണ്ട് ഫിഗറിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കുക. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യും, അവർക്കറിയാം 10 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ 10 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ ആൾ വേണം. ഓക്കെ, അപ്പോൾ എന്താ, ഒരിക്കലും അവരെന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ബൈ ചെയ്യില്ല. ഓക്കെ, അവരെപ്പോഴും ബൈ ചെയ്യുന്ന എവിടെയായിരിക്കും, അവർക്ക് ഓർഡർ എവിടെയാണ് മാച്ച് ആവുന്നത് അവിടെ നിന്നായിരിക്കും. ഇപ്പോൾ ഇൻ കേസ് ഇവിടെ നിന്ന് 10 lakh ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പം എക്സിക്യൂട്ട് ആവാം, ചിലപ്പോൾ എക്സിക്യൂട്ട് ആവാതിരിക്കാം. പക്ഷെ എന്താണ്, അവർക്ക് ഈ ബൈ ചെയ്ത ആളുകളുടെയൊക്കെ സെൽ ഓർഡേഴ്സ് ഇതിന് താഴെയുണ്ട്. ഇവിടെ നിന്ന് ബൈ ചെയ്യുന്ന സമയത്ത് എന്താവും, അവർക്ക് കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഓക്കെ, കുറച്ചുകൂടി കമ്മി വിലയ്ക്ക് അവർക്ക് ബ്രിട്ടാനിയ എന്ന് പറഞ്ഞ ഷെയർ കിട്ടും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസിന് എന്തു ചെയ്യും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴ്ത്തും. ഓക്കെ, പ്രൈസ് താഴേക്ക് താഴ്ത്തും, അല്ലെങ്കിൽ പ്രൈസ് ആ ലെവലിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കും. ഓക്കെ, പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് വരുന്നു, അവിടെ നിന്ന് എന്ത് ചെയ്യും, തിരിച്ച് കണ്ടില്ല നിങ്ങൾ, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറുന്നു. ഓക്കെ, ഇപ്പം എന്തായിരിക്കാം, ഒരു ലിക്വിഡിറ്റി ഹണ്ടായിരിക്കാം അവിടെ നടന്നത്. ഓക്കെ, ഇപ്പം എന്താണ്, നമ്മൾ റീറ്റെയിൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുന്ന സമയത്താണ് 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്. ഓക്കെ, 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെ ഒരു സപ്പോർട്ടായിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ഓക്കെ, അതിനുശേഷം എന്താണ്, ഇത് ബ്രേക്ക് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെല്ല് ചെയ്യണം. സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, ഇതിൻ്റെ മുകളിൽ വെക്കണം. നമ്മളെ പഠിപ്പിച്ച ഇതാണ്, ഫസ്റ്റ് ടച്ച്, 2 ടച്ച്. ചില ആളുകൾ 1 ടച്ചും 2 ടച്ചും ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ടാക്കിയോ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കും. ചില ആളുകൾ 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച് ആയിട്ട് എടുക്കും. ചില ആളുകൾ 1 ടച്ച്, 2 ടച്ച്, 3 ടച്ച്, 4 ടച്ച് ഒക്കെ ആവുന്ന സമയത്ത് സപ്പോർട്ടിൻ്റെ എന്താണ് പറയുക, സ്ട്രെങ്ത് കൂടും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 3 ടച്ച് ആയിട്ടുണ്ട്.
ഓക്കെ. അപ്പം എന്താണ് ഇതിൻ്റെ താഴെ മാസീവ് ലിക്വിഡിറ്റി ആയിരിക്കും. കാരണം എന്താണ്, ഇവിടുന്ന് ബൈങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈങ് വന്നിട്ട് ഇപ്പോൾ ഒരു ബൈങ് വന്നിട്ട് ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ഇവിടുന്ന് ഒരു ബൈങ് വന്നിട്ട് ഇവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും, ഇതിന് താഴെ ആയിരിക്കും. ഇതിനൊക്കെ താഴെ ആയിരിക്കും ഇവരുടെ സ്റ്റോപ്പ് ലോസ്. ഓക്കെ. ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൈസിനെ നമ്മളൊന്ന് സൂം ചെയ്യുന്ന സമയത്ത് എന്താണ്, പ്രൈസിനെ ക്യാൻഡിൽ വെച്ച് ബ്രേക്ക് ചെയ്ത് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു റീറ്റെയിലർ കൺഫോർമേഷൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി കൺഫോർമേഷൻ്റെ ആവശ്യമില്ല. കാരണം 1 2 3 ടച്ച് ആയാൽ എന്താണ്, അത് നല്ലൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താൽ സെല്ല് ചെയ്യണം. ക്യാൻഡിൽ ക്ലോസ് വിത്ത് വോളിയം കൂടി വന്നു കഴിഞ്ഞാൽ എന്താണ്, സെല്ല് ചെയ്യണം. ആക്ച്വലി എന്തായിരിക്കും, ഇപ്പം നിങ്ങൾ നോക്കുക, ഇവിടെ നിന്ന് ഇപ്പം ഓക്കെ ഒരു ഷോർട്ട് പൊസിഷൻ ഇവിടെ പോയിട്ടുണ്ടാകുന്ന വിചാരിക്കുക, എവിടെയായിരിക്കും എസ് എൽ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആളുടെ എസ് എൽ എവിടെയായിരിക്കും? ഇതിന് മുകളിൽ, ഇതിന് മുകളിൽ ഏറി വന്നാൽ ഇതിന് മുകളിൽ വെക്കും അല്ലേ? ഓക്കെ. അപ്പോൾ സെല്ല് ഓർഡേഴ്സ്, ഓക്കെ, സെല്ല് ചെയ്ത ആളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ഓർഡർ ആയിരിക്കാം. ചിലപ്പോൾ എന്താണ്, ഇതും മേജർ ഒരു ബൈ ഓർഡറാണ്. ഇവിടെയും നമുക്കൊരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക. കാരണം എന്താണ്, ഇവിടെ വെക്കാം, ഓക്കെ, ഇവിടെ വെക്കാം, കണ്ടില്ലേ? അതിനുശേഷം ഇവിടെ വെക്കാം, ഈവൺ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം. എന്നിരുന്നാലും ഒരു കോമൺ സെൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതിൻ്റെ ഇവിടെ ആയിരിക്കും വെക്കാൻ ചാൻസ് കൂടുതൽ, അല്ലെങ്കിൽ ഇവിടെ. ഇതിന് മുകളിലേക്ക് വെക്കുമെന്ന് അറിയില്ല, എന്നിരുന്നാലും കോമൺ ആയിട്ട് ഇതിന് മുകളിലായിരിക്കും വെക്കുക. ഇവിടെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനിപ്പുലേഷൻ വരുന്നത്. ഓക്കെ. ഇവിടെ എന്താണ്, ഇവിടെ നിന്ന് ബൈ ചെയ്ത ആളുകളുടെ എല്ലാം സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ സെൽ ഓർഡർ എല്ലാം ഇവിടെ ഉണ്ട്. ഇവർ ആക്ച്വലി എന്താ ചെയ്യുക, ഈ സെൽ ഓർഡറിനെ അവർക്ക് വേണ്ട ബൈ ഓർഡറാക്കി മാറ്റും. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ താഴേക്ക് ഇടുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ വ്യൂ മാറിയിട്ടുണ്ടാവും, പ്രൈസ് താഴേക്ക്. ആക്ച്വലി എന്ത് സംഭവിക്കും, അവരുടെ ഒരു ആക്ച്വലി എന്താണ്, ആ ഒരു ഓർഡർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ പിന്നെന്താണ്, പിന്നെ പ്രൈസ് അഗ്രസീവായിട്ട് മുകളിലേക്ക്. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഒരു ബ്രേക്ക് ഇപ്പം എന്തിനാണ് ഇപ്പോൾ ഈ ഒരു പാർട്ട് താഴേക്ക് ഇട്ടത്? എന്തിനാണ് ഈ ഒരു പാർട്ട് താഴേക്ക് ഇട്ടത്? സോറി, ഇങ്ങനെ ഒരു പാർട്ട് താഴേക്ക് ഇട്ടതിൻ്റെ കാര്യം എന്താണ്? നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് പ്രൈസിന് താഴേക്കേ പോകുന്നത്. ഓക്കെ. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ബൈ ചെയ്ത ആളുകളൊക്കെ വിൽക്കാൻ ശ്രമിക്കും. ആ വിൽക്കുന്ന നമ്മളുടെ ആ സെല്ലൊക്കെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങും. അതിനുശേഷം എന്ത് ചെയ്യും, അവരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് പോകും. ഓക്കെ. അപ്പോൾ ഇതാണ്, അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ, ഈ ഒരു ഏരിയ, ഇതാണ് ആക്ച്വൽ മാനിപ്പുലേഷൻ സോൺ എന്ന് പറയുന്നത്. അവരുടെ ആക്ച്വൽ എൻട്രി വന്നിട്ടുള്ളത് ഇവിടെ കണ്ടില്ലേ. എൻട്രി എടുക്കുന്നതിന് മുന്നുള്ള ഒരു മാനിപ്പുലേറ്റീവ് ലെഗ് ഈ ക്യാൻഡിൽ കണ്ടാൽ മനസ്സിലാവുമോ, റിട്ടേൺ ഈ ക്യാൻഡിൽ ഇതുപോലെ പോകുന്നു കണ്ടില്ലേ. മാർക്കറ്റിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3 ഡൗൺ ക്യാൻഡിൽ ഇട്ട് അതിന് ശേഷം ഇവിടെയുള്ള ഫുൾ ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്ത് റിട്ടേൺ അതുപോലെ തന്നെ ക്യാൻഡിൽ മുകളിലേക്ക് ഇട്ട് അതിനുശേഷം എന്താണ്, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക്. ഓക്കെ. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് ഇവിടെയാണ്. ഓക്കെ. നെക്സ്റ്റ് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയാസ് എന്താണ്, ഇവിടെ. നിങ്ങൾ തന്നെ ഇനി വാല്യൂറ്റ് ചെയ്യുക ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ബ്രിട്ടാനിയ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പം നമുക്ക് നേരെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇത്രയും നേരം എന്താണ്, ഒരു ബൈയിങ് ഇൻറ്റൻ്റ് ആണ് നോക്കിയെങ്കിൽ ഇനി സെല്ലിങ് ഇൻറ്റൻ്റ് എങ്ങനെയായിരിക്കും? സെല്ലിങ് ഇൻറ്റൻ്റ് ഒരു കാരണവശാലും ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത പോലെ പറയില്ല. നിങ്ങൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഇതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇത്രയും നേരം നമ്മൾ ബൈയിങ് എങ്ങനെയാണ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സെല്ലിങ്. ഓക്കെ. ബൈയിങ് സ്ലൈഡ് ഉണ്ടായിരിക്കുന്നതല്ല, അത് നിങ്ങൾക്കുള്ള ഒരു വർക്കാണ്. ഓക്കെ. ഇപ്പോൾ ബൈയിങ് ഞാൻ എങ്ങനെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ബൈയിങ് ഇൻറ്റൻറ്റ് ചെയ്തതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും സെല്ലിങ്. ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. 10 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാനാണ് അവരുടെ ഇൻറ്റൻറ്റ് എങ്കിൽ അവർക്ക് 10 lakh ക്വാണ്ടിറ്റി അവിടെ ബൈയിങ് ചെയ്യാൻ വേണം. ഓക്കെ. ബൈ ചെയ്യാൻ. അപ്പോൾ ഇവരെന്തു ചെയ്യും, ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. ഒന്നുകൂടി പറയാണ്, സെല്ലിംഗ് ആണ് അവരുടെ ഇൻറ്റൻറ്റ്. അല്ലെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൽ അവർക്ക് സെല്ലാണ് ചെയ്യേണ്ടതെങ്കിൽ പല ആളുകളും ചോദിക്കും സെല്ലിങ് നടക്കുമെന്ന്. ഇൻട്രാഡേ ബേസിൽ നടക്കും സെല്ലിങ്. അതുപോലെ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫ്യൂച്ചേഴ്സ് സെല്ല് ചെയ്യാം, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഓപ്ഷൻസ് സെല്ല് ചെയ്യാം.
ഓക്കെ. നമുക്കെന്താണ് പൊസിഷണൽ ടൈപ്പിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിങ് പറ്റില്ല. ഓക്കെ. അപ്പോൾ എന്താണ്, സെല്ലിംഗ് ആണ് അവരുടെ ഇൻറ്റൻറ്റ് എങ്കിൽ, സെല്ലിംഗ് ആണ് അവർക്ക് ഇൻറ്റൻറ്റ്, 10 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെങ്കിൽ 10 lakh ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് അവിടെ വേണം. 10 lakh ബൈ ഓർഡേഴ്സ് അവിടെ വേണം. ഓക്കെ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മാർക്കറ്റിൽ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എവിടെയാണോ റെസ്റ്റ് ചെയ്യുന്നത്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി BSL, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി റെസ്റ്റ് ചെയ്യുന്ന ഏരിയയിലേക്ക് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ബൈ ഓർഡർ. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഒരാൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ സ്റ്റോപ്പ് ലോസ് ബൈ ഓർഡർ ഇതിന് മുകളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ് എല്ലാം ഹൈകളിലായിരിക്കും. റെസിസ്റ്റൻസ്, സ്വിങ് ഹൈ, ഡേ ഹൈ, അങ്ങനെ ലോ. സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എല്ലാം ലോയിലായിരിക്കും. മന്ത് ഹൈ, വീക്ക് ഹൈ, ഡേ ലോ, ഡേ, അങ്ങനെ എല്ലാ ലോയും ലിക്വിഡിറ്റി ആയിരിക്കും. എല്ലാ ഹൈയും ലിക്വിഡിറ്റി ആയിരിക്കും. എല്ലാ ഹൈ ലിക്വിഡിറ്റിനെ നമ്മൾ എന്തോ ചെയ്യും, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും എല്ലാ ലോ ലിക്വിഡിറ്റിനും നമ്മൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി എന്നും പറയും. സിമ്പിൾ. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യും, ടാറ്റ മോട്ടോഴ്സിൽ 10 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് എന്ത് ചെയ്യും, ബൈ സ്റ്റോപ്പ് ഓർഡേഴ്സ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്തിനാണ്, ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സെല്ല് ചെയ്ത ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള ബൈ ഓർഡേഴ്സ് ട്രിഗർ ചെയ്യിപ്പിച്ചും കൊണ്ട് ആ ബൈ ഓർഡർ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെൽ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ എന്താണ്, തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ എന്താണ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് ഒരു പ്രീമിയം പ്രൈസിലേക്ക് പ്രൈസ് പോകും. കാരണം എന്താണ്, വിൽക്കുമ്പം നമ്മൾ കൂടിയ വിലയ്ക്കും വാങ്ങുമ്പോൾ നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുമ്പോഴല്ലേ ഒരു ബിസിനസ്സുകാരന് ലാഭം. അപ്പം ഇവിടെയും നമ്മൾ ആ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പരിഗണിക്കണം. നമ്മൾ എപ്പോഴും വാങ്ങേണ്ടത് ചീപ്പ് പ്രൈസിനായിരിക്കണം, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്കായിരിക്കണം വാങ്ങേണ്ടത്. വിൽക്കുമ്പോൾ കൂടുതൽ വിലയ്ക്ക് വിൽക്കണം. പല ആളുകളും ചെയ്യുന്നത് ഇതിന് ഓപ്പോസിറ്റാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ബ്രേക്ക് ഔട്ട് ട്രേഡിങ്. ഒരു കാരണവശാലും ബ്രേക്ക് ഔട്ട് ട്രേഡിങ് ചെയ്യരുത്. കാരണം എന്താണ്, ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആവാൻ കാരണം എന്താണ്, പ്രൈസ് പോകുന്നതൊന്നും അറിയുന്നില്ല. എപ്പോഴാണ് നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക്, സ്വിങ്ങിലാണ് മെയിൻ ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകൾ. കാരണം എന്താണ്, പ്രൈസ് ഇങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെ നിന്നാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. എടോ, പ്രൈസ് ഇതുവരെ ട്രാവൽ ചെയ്തു, ഒരു കാരണവശാലും ഇവിടുന്ന് ബൈ ചെയ്തില്ല. എപ്പോഴും ബൈ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്, ഹൈ പ്രൈസിനാണ് ചെയ്യുന്നത്. എന്നിട്ട് ബ്രേക്ക് ഔട്ട് ട്രേഡിങ് വന്നു. ഒരു കാരണവശാലും ചെയ്യരുത്. എപ്പോഴും എന്താണ്, ബൈ ചെയ്യുമ്പോൾ എപ്പോഴും ലോ പ്രൈസിനെ ചെയ്യാൻ പറ്റൂ. സെല്ലിംഗ് ആണ് ഹൈ പ്രൈസിന് ചെയ്യേണ്ടത്. ഓക്കെ. നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, 10 lakh ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണമെങ്കിൽ അവിടെ 10 lakh ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ ആൾ വേണം. അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെല്ല് നോക്കുന്ന സമയത്ത് അവിടെ സെൽ എൻട്രി ഇനീഷ്യേറ്റ് ആവില്ല. അതിനർത്ഥം ലിക്വിഡിറ്റി ഇല്ല. അപ്പോൾ എന്താണ്, ബൈ ഓർഡേഴ്സ് ഉള്ള ഏരിയയിലേക്ക് പ്രൈസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, അവിടുത്തെ ലിക്വിഡിറ്റീസ് കളക്ട് ചെയ്ത് മാർക്കറ്റിൽ സെൽ ഓർഡർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനീഷ്യേറ്റ് ചെയ്യും. ഞാൻ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഇതെന്ത് ചെയ്യുക, ഞാൻ എങ്ങനെയാണോ ബൈയിങ് പറഞ്ഞത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്തു നോക്കേണ്ടത്. കാരണം നിങ്ങളുടെ തല ഒന്ന് ചൂടാക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഉദ്ദേശം. നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ICT പവർ ഓഫ് 3, ICT പവർ ഓഫ് 3 നമ്മളൊരു ബുൾ സെനാരിയോ പറഞ്ഞ പോലെ സെൽ സെനാരിയോ, അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഒരു സെൽ സെനാരിയോയിൽ എന്താ ചെയ്യുക, അവരുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആണ്, അല്ലെങ്കിൽ അവർ സെല്ല് ചെയ്യാനാണ് അവർ പോകുന്നതെങ്കിൽ അവരാദ്യം പ്രൈസിനെ ഒന്ന് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകും. എന്തിനാണ്, മുകളിലുള്ള ലിക്വിഡിറ്റീസ് എല്ലാം, മുകളിലുള്ള ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിനെല്ലാം കളക്ട് ചെയ്തിട്ട് അവരുടെ സെൽ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുശേഷമായിരിക്കും ആക്ച്വൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. എന്തിനാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്, അവർക്ക് ഹൈ പ്രൈസിൽ വിൽക്കാനും, അതുപോലെ തന്നെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ട് അത് സെൽ ഓർഡറായിട്ട് കൺവേർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് പ്രൈസ് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നമ്മൾ ഈ ഒരു ചെറിയ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു. ഒരു ബൈ ഓർഡറും ഇതെന്താണ്, ഇത് ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷനും ഒരുപാട് ആളുകൾക്കും കാര്യങ്ങൾ കത്തി തുടങ്ങുന്നതും ഒരുപാട് പേർക്ക് ബോറടിക്കുന്നതുമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, ഇതിൽ ഒരു EMIയോ ഒരു ഇൻഡിക്കേറ്റർ ഒന്നുമല്ല നമ്മൾ ലോജിക്കാണ് പറയുന്നത്. ഈ ഒരു പ്രൊഫഷൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ്, ലോജിക്ക് പറയുമ്പം എല്ലാവർക്കും ബോറടിക്കാൻ തുടങ്ങും. പകരം എന്താണ്, ഇവിടെ ഒരു EMA ക്രോസ് ഓവർ അല്ലെങ്കിൽ ഒരു വോളിയം അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കാണാൻ ആളുണ്ടാവും.
ഇതുപോലെ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ആർക്കും ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഒരു ചാർട്ട് കാണണം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഗെയിം എന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊന്നും ആർക്കും കാണാൻ താല്പര്യമില്ല. എല്ലാവർക്കും വേണ്ടത് എന്താണ്? ചാർട്ട് വരിക, ഒരു മാക്ഡി വരയ്ക്കുക, ഒരു RSI വരയ്ക്കുക, കുറച്ച് സ്ട്രക്ചർ വരച്ചു കാണിക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുക, ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണുക, എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നത് കാണുക. ഇങ്ങനെ കണ്ട് കണ്ട് ഡോപ്പമിൻ കൂട്ടാനേ എല്ലാവർക്കും താല്പര്യമുള്ളൂ. ഇതുപോലെ ഇരുന്ന് പേഷ്യൻസോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും, ഇത് കണ്ട് എന്ന് വെച്ചാൽ മുൾ ടൈം നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 50% മനസ്സിലായാൽ തന്നെ നിങ്ങളുടെ ആ ഒരു മെൻറ്റാലിറ്റി മാറി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം മാനിപ്പുലേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ ഈ ഒരു സ്ലൈഡ്, ഈ ഒരു സെഷൻ്റെ ഒരു പകുതി നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് മാനിപ്പുലേഷൻ പറയണം. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ പേഴ്സണൽ ഗെയിൻ, അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? മാർക്കറ്റിനെ ഒന്ന് സ്വാധീനിക്കുന്ന ആ ഒരു ഏർപ്പാടാണ് ഇവിടെ മാനിപ്പുലേഷൻ. ഇവിടെ മാനിപ്പുലേഷനിൽ നഷ്ടപ്പെടുന്നത് എപ്പോഴും റീറ്റെയിലർക്കായിരിക്കും. കാരണം റീറ്റെയിലേഴ്സാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനേക്കാൾ കൂടുതൽ പോപ്പുലേഷൻ, അല്ലെങ്കിൽ കൂടുതലുള്ളത് റീറ്റെയിലേഴ്സാണ്. അതുകൊണ്ട് എന്താണ്, ഒരു റീറ്റെയിലർ എവിടെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്? ഓക്കെ, ഒരു റീറ്റെയിലർ എവിടെയാണ് സെല്ല് ചെയ്യുന്നത്? അവൻ്റെ സ്റ്റോപ്പ് ലോസ്. അതുപോലെ എവിടെ നിന്നാണ് ഒരു റീറ്റെയിലർ ബൈ ചെയ്യുന്നത്? അവൻ്റെ സ്റ്റോപ്പ് ലോസ്. ഇത് രണ്ടും മാത്രമാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കണ്ണിൽ. അവർ എന്താണ്, അവർ സപ്പോർട്ട് എന്നോ റെസിസ്റ്റൻസ് എന്നോ ഒന്നുമില്ല. അവർക്ക് എന്താണ്? ലിക്വിഡിറ്റി. അതുകൊണ്ടാണ് ലിക്വിഡിറ്റി ഈസ് എ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ലിക്വിഡിറ്റി പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മെൻറ്റാലിറ്റി മുഴുവൻ മാറും. അതുകൊണ്ടാണ് ഈ തുടരെ പറയുന്നത് ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും പഠിക്കാൻ. ഓക്കെ, ലിക്വിഡിറ്റി ഹണ്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നുമില്ല. നമ്മളുടെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെൽ ഓർഡർ ഉള്ള ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബൈ ചെയ്ത അതിൻ്റെ താഴെയാണ്. കാരണം ബൈ ചെയ്ത ആളുകളുടെയൊക്കെ അതിൻ്റെ താഴെയായിരിക്കും സെൽ ഓർഡർ. അവർക്ക് ബൈ ചെയ്യണമെങ്കിൽ അവർ ആ സെൽ ഓർഡർ എല്ലാം കളക്ട് ചെയ്ത് ബൈ ഓർഡർ ആക്കും. ഇതാണ് പറയുന്നത്, സാറേ ഞാൻ ബൈ ചെയ്തു, എൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു, മാർക്കറ്റ് മുകളിൽ പോയി. ഓക്കെ, തിരിച്ച് നെക്സ്റ്റ് എന്താണ്? അവർക്ക് സെല്ലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് എന്ത് വേണം? സെൽ ഓർഡർ കൺവേർട്ട് ചെയ്യാൻ ബൈ ഓർഡർ വേണം. ഓക്കെ, റീറ്റെയിലർ ബൈ ചെയ്ത റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിരിക്കും ആ സെല്ല് ചെയ്തതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആയിട്ടുള്ള ബൈ ഓർഡർ. മാർക്കറ്റ് എന്ത് ചെയ്യും? തിരിച്ച് മാർക്കറ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ആ സെൽ ഓർഡറിനെ എല്ലാം കൂടി ആ മുകളിലുള്ള ബൈ ഓർഡറിനെല്ലാം കൂടി കൺവേർട്ട് ചെയ്ത് സെൽ ഓർഡറാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വൽ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, നമ്മൾ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി ഹണ്ട്, അതുപോലെ ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട് 2 തരത്തിലുണ്ട്. ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും കളക്ട് ചെയ്യുന്ന ഏർപ്പാടാണ് ലിക്വിഡിറ്റി ഹണ്ട് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹണ്ട് ചെയ്തിട്ടും അവർക്ക് ലിക്വിഡിറ്റി തികയാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൃത്രിമമായിട്ട് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യണം. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ബൈയിങ് ആണ് അവർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, റീറ്റെയിലേഴ്സിനെ കൊണ്ട് ആദ്യമേ ബൈ ചെയ്യിക്കും. അതിനെന്താണ്? റീറ്റെയിലേഴ്സ് പഠിച്ചു വെച്ച പലതരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്. ആ പാറ്റേൺസ് ഒക്കെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവരാണ്. ക്രിയേറ്റ് ചെയ്യാനൊക്കെ അവർ മാനിപ്പുലേറ്റീവ് ഫണ്ട് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഫണ്ട് അവർ ഡിപ്ലോയ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനായിട്ട് ഈ മാനിപ്പുലേഷൻ ചെയ്യാനായിട്ടൊക്കെ ഫണ്ട് ചെയ്യും. കാരണം എന്താണ്? ആ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഫണ്ടിനെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു റിട്ടേൺ അവർക്ക് ഈ എൻഡിൽ കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ആവുന്നതിന് മുന്നേ തന്നെ കുറച്ച് സ്ലൈഡ് കൂടി നമുക്ക് കൺസിഡർ ചെയ്യാനുണ്ട്. അതാണ് മാനിപ്പുലേഷൻ വാസ് സൈക്കോളജി എന്ന് പറയുന്നത്. ഇവിടെ മാർക്കറ്റ് മേക്കേഴ്സ് മാനിപ്പുലേഷൻ നടക്കുമ്പോൾ അത് റീറ്റെയിലേഴ്സിൻ്റെ സൈക്കോളജീനെയാണ് എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. സൈക്കോളജിയിൽ എഫക്റ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ്? നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താണ് ഇത് സംഭവിക്കുന്നത്? ഓക്കെ, മനസ്സിലാക്കുക. ഒരു ബൈ പൊസിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രൈസ് എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റോപ്പ് ലോസിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക. കാരണം നമ്മൾ പഠിച്ചു വെച്ച സെനാരിയോ ഒക്കെ വെച്ചിട്ട് എന്താണ്? റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ എടുത്തു, MI ക്രോസ് ഓവർ, EMA, അത് HMA എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മളുടെ റൂൾസ് എല്ലാം പാലിച്ചും കൊണ്ട് നമ്മൾ എൻട്രി എടുക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് എന്താ മാർക്കറ്റ് വരുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം എന്താണ്? അവിടെ ഒരു മാനിപ്പുലേറ്റീവ് ലെഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എന്താണ്? നമ്മുടെ സൈക്കോളജീനെ അത് ബാധിക്കും. സൈക്കോളജീനെ ബാധിക്കുന്ന സമയത്ത് എന്താണ്? ഒന്നെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവും,
പെട്ടെന്ന് ഫിയർ ഉണ്ടാവും, പാനിക് മാർക്കറ്റിൽ പാനിക്കാവും, കൺഫ്യൂഷൻ വരുമ്പോൾ എന്താവും, അത് നമ്മളുടെ ഡിസിഷനെ അത് എഫക്റ്റ് ചെയ്യും. പാനിക് വരുമ്പോൾ എന്താണ്, ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ആയിരിക്കും ഇമ്മീഡിയറ്റ് ആക്ഷൻ. പെട്ടെന്ന് തന്നെ അയ്യോ വേണ്ട സ്റ്റോപ്പ്, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, പൊസിഷൻസ് എക്സിറ്റ് ചെയ്തു പോകും. അപ്പം നിങ്ങൾ ഇവിടെ വായിച്ചു നോക്കുക, മാർക്കറ്റ് മാനിപ്പുലേഷൻ ഹാവ് പ്രൊഫൗണ്ട് എഫക്റ്റ് ഓഫ് ട്രേഡേഴ്സ് സൈക്കോളജി. മാർക്കറ്റ് മാനിപ്പുലേഷൻസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്താണ്, ട്രേഡേഴ്സിൻ്റെ സൈക്കോളജിയാണ്. ഓഫ്റ്റൻ ലീഡ് ടു ഫിയർ, അൺസർട്ടനിറ്റി ആൻഡ് ഇറലേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇതുപോലെ മാനിപ്പുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൈക്കോളജീനെ ബാധിക്കുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഫിയർ വരാൻ തുടങ്ങും. കാരണം എന്താണ്, നമ്മൾ പാനിക്കാവും. ഓക്കെ, നമ്മുടെ ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ഒക്കെ എടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. ഓക്കെ, നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. അതുപോലെ തന്നെ ജസ്റ്റ് ഇതൊന്നുകൂടി വായിച്ചു നോക്കുക. ദിസ് ക്യാൻ ലീഡ് ടു ഹെസിറ്റേഷൻ, പാനിക് സെല്ലിംഗ് ഓർ ചേസിങ് ഫോൾസ് ട്രെൻഡ്സ് ഇമ്മീഡിയറ്റ്ലി റിസൾട്ടിങ് in loss, uncertainty caused by manipulation on erode traders' confidence, making them more prone to emotional trading rather than sticking to discipline. Over time, this psychological strain can diminish a trader's ability to perform effectively in the market. Okay, അപ്പം മാനിപ്പുലേഷൻ വരുന്ന സമയത്ത് എന്താണ്, നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി പോലും എന്താണ്, അവിടെ ഒരു ലോസ് വരുത്തി വെക്കുന്ന ഒരാളായിട്ട് അവിടെ മാറും, ഇമോഷണൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ എന്താണ്, ചേസിങ് ഫേസ്. ഓക്കെ, ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരെന്താണ് ഒരു മാനിപ്പുലേറ്റീവ് ലെഗിനേക്ക് കൊണ്ടുപോകുന്ന, അത് ഇപ്പോൾ എന്താണ്, സെല്ല് ചെയ്യാനാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ സെല്ലിംഗ് ആണ് അവരുടെ ഇൻറ്റൻറ്റ് എന്ന് പറയുമ്പം അവരെന്ത് ചെയ്യും, പ്രൈസിനെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകും. ഈ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് റീറ്റെയിലർ എന്ത് വിചാരിക്കും, മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നതെന്ന്. ആക്ച്വലി എന്താണ്, ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രീമിയം പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ബയ്യിങ് ആണ് അവരുടെ ഇൻറ്റൻറ്റ് എന്നെങ്കിൽ എന്താണ്, പ്രൈസിന് ആദ്യം താഴേക്ക് കൊണ്ടുപോകും. കാരണം എന്താണ്, പ്രൈസിനൊരു ഡിസ്കൗണ്ട് പ്രൈസും കിട്ടണം, അതുപോലെ തന്നെ ലിക്വിഡിറ്റി കളക്റ്റും ചെയ്യണം. ഇത് ട്രേഡേഴ്സ് തെറ്റിദ്ധരിക്കും, പ്രൈസ് താഴേക്ക് പോവാണ്. അതാണ് ചേസിങ് ഫോൾസ് ട്രെൻഡ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മളെന്താണ് മനസ്സിലായത്, നിങ്ങൾ ട്രേഡിങ് സൈക്കോളജിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ട്രേഡിങ് സൈക്കോളജി, ഒരു 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 വെൽ ട്രേഡിങ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുന്ന ഒരാൾക്ക് മാർക്കറ്റിൽ മാനിപ്പുലേഷൻ കണ്ടെത്താൻ സാധിക്കും. അല്ലാതെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെയോ തിയറീസിൻ്റെയോ സ്ട്രാറ്റജീൻ്റെയോ പുറകെ അല്ല പോകേണ്ടത്. എന്ന് വെച്ച് സ്ട്രാറ്റജി പഠിക്കുകയല്ല, ഒരു സ്ട്രാറ്റജി പഠിക്കുക. ഓക്കെ, അതിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക. മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സൈക്കോളജിയാണ്. കാരണം എന്താണ്, ഇവിടെ മാനിപ്പുലേറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ സൈക്കോളജിയാണ്. നമ്മളെ ഇമോഷണലി ട്രേഡ് ചെയ്യിപ്പിക്കുക. കാരണം എന്താ, നമുക്ക് മാനിപ്പുലേഷൻ വരുന്ന സമയത്ത് നമ്മൾ ടോട്ടലി എന്താണ്, നമ്മളുടെ സൈക്കോളജീനെ ബാധിക്കുന്ന സമയത്ത് എന്താണ്, നമ്മൾ അപ്പം എടുക്കുന്ന ഡിസിഷൻസ് ഒക്കെ റോങ് ആയിരിക്കും. അത് നമുക്ക് തോന്നുമെങ്കിൽ പോലും എന്താണ്, നമ്മളുടെ ഡിസിഷൻ റോങ് ആയി. കാരണം എന്താ അറിയോ, നമ്മളുടെ നമ്മൾ ആ ഒരു കൺഫ്യൂഷൻ്റെയും ഫിയറിൻ്റെയും മുകളിൽ എടുക്കുന്ന ഡിസിഷൻ എപ്പോഴും ഫെയിലാവും. അതാണ് എപ്പോഴും പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് ട്രേഡ് എടുക്കുന്ന ഒരു വ്യക്തി അത്യാവശ്യം നല്ല രീതിയിലായിരിക്കും ഡിസിഷൻ മേക്ക് ചെയ്യുക. സെക്കൻഡ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ ചെറുങ്ങനെ പാളാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, സെക്കൻഡ്സ് ഒക്കെ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് എടുത്ത ആ ഒരു ട്രേഡിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും. കാരണം ഫസ്റ്റ് നമുക്ക് ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഓവർ കോൺഫിഡൻസ് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താണ്, പ്രോബബിലിറ്റി കുറവാകാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഈ ഒരു പാർട്ട് കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഈ പാർട്ടും പാടി കുറച്ചും കൂടി നേരമുണ്ട്. ടൈപ്സ് ഓഫ് മാനിപ്പുലേഷൻ, മാർക്കറ്റ് മാനിപ്പുലേഷൻ. ഇപ്പോൾ പറഞ്ഞ പോലെ ന്യൂസ് ബേസ്ഡ് മാനിപ്പുലേഷൻ, ന്യൂസ് സ്പ്രെഡ് ചെയ്തിട്ട് റീറ്റെയിലേഴ്സിനെ സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷനാണ് ഈ ന്യൂസ് ബേസ്ഡ് മാനിപ്പുലേഷൻ. നെക്സ്റ്റ് ആണ് ഫോൾസ് ബ്രേക്ക്ഔട്ട്. നെക്സ്റ്റ് ആണ് സഡൻ സ്പൈക്സ് ആൻഡ് റിവേഴ്സൽ സ്പൈക്സ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഇൻഡിക്കേറ്റർ മാനിപ്പുലേഷൻ. അഞ്ചാമത്തത് സ്റ്റോപ്പ് ഹണ്ട്, നമ്മളിപ്പോൾ പറഞ്ഞ പോലത്തെ സ്റ്റോപ്പ് ഹണ്ട്. അപ്പം എന്താണ്, ഈ 5 എണ്ണം എങ്ങനെയാണെന്നോ നമുക്കൊന്ന് ചാർട്ട് പോയിട്ട് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ന്യൂസ് ബേസ്ഡ് മാനിപ്പുലേഷൻ നോക്കാം. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇതെന്ന് പറയുന്നത് ഓഗസ്റ്റ് 9/4. ഈ ഓഗസ്റ്റ് 9-ന് ശേഷമാണ് നിങ്ങൾക്കറിയാം ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന് ശേഷം നിങ്ങൾക്കറിയാം സെബി ചെയർപേഴ്സണെതിരെയൊക്കെ. അപ്പോൾ മാർക്കറ്റിൽ എന്താണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു.
ഇന്ത്യയിൽ പ്രമുഖമായിട്ട് ഒരു പൊസിഷനിലിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ട് അവരുടെ കുറച്ച് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പുറത്തു വന്നു. ഇത് വരുന്ന സമയത്ത് ഒരുപാട് പേരുടെ ഇൻറ്റൻഷൻ എന്തായിരിക്കും അറിയോ? മാർക്കറ്റ് നാളെ ബും താഴേക്ക്, അല്ലെങ്കിൽ എന്താണ് ആ സ്റ്റോക്ക്, ഏത് സ്റ്റോക്കിനെയാണോ മെൻഷൻ ചെയ്തത് ആ സ്റ്റോക്ക് താഴേക്ക് എന്ന്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടാണിത്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് ഫ്രൈഡേ 9 ആ ഒരു ചാർട്ടാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും 12-ാം തീയതി ആ ഒരു തിങ്കളാഴ്ച കഴിഞ്ഞ ചാർട്ടാണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഹിൻഡർബർഗ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഷോർട്ടിങ് കമ്പനിയാണ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ ഷോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, ഒരു ഫേമാണ്. അപ്പോൾ എന്താണ് അവർ സാറ്റർഡേ ശനിയാഴ്ച ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു. എന്താണ് ഇന്ത്യയിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രമുഖമായിട്ടുള്ള ആളുടെ ഒരു ഫോൾസ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഒരുപാട് ആളുകളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് താഴേക്ക് പോകുമെന്നാണ്. അപ്പം പിറ്റേ ദിവസം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ എന്താണ് മാർക്കറ്റിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ഒരു സപ്പോർട്ട് പോലെ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പല ആളുകളും എന്താണ് ഈ സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രൈസ് ഇനി താഴേക്ക് പോകാനുള്ള ചാൻസ് ആവാനുള്ളതാണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പ്രൈസ് താഴേക്ക് പോകാൻ കാരണം എന്താണ് ഈ ഒരു ന്യൂസ് സ്പ്രെഡായി കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത്. ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഒരു ബെയറിഷാണ്. പ്രീവിയസ് ഡേയുടെ അല്ലെങ്കിൽ പ്രീവിയസ് 9 ഓഗസ്റ്റ് ഫ്രൈഡേൻ്റെ ലോ മാർക്കറ്റ് ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇനി പ്രൈസ് താഴേക്ക് പോകാനുള്ള ചാൻസാണ്. കാരണം ഇവിടെ മാർക്കറ്റിലൊരു ഗ്യാപ്പ് ഉണ്ട്, ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അതാണ് ടോട്ടലി മാർക്കറ്റിനെ ഒരു ബെയറിഷ് സെനാരിയോ ആക്കി മാറ്റി. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നത് മാർക്കറ്റിൽ ഏകദേശം ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? അതിൽ നിന്നും ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരിക്കും മാർക്കറ്റിൽ. കണ്ടില്ലേ, അന്നത്തെ ദിവസം ട്രേഡ് ചെയ്ത ആളുകൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. അന്ന് എവിടെയും പറയാത്ത രീതിയിലായിരുന്നു മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇതാണ് ന്യൂസ് ബേസ്ഡ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഒരു ദിവസം നൈറ്റ് ഒരു ന്യൂസ് അങ്ങ് സ്പ്രെഡ് ചെയ്യും. ആ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അവരാദ്യേ പൊസിഷൻസ് എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ താഴേക്കാണ് പോകുന്നതെന്ന് എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് മാനിപ്പുലേഷനാണ് ന്യൂസ് ബേസ്ഡ്. അതുകൊണ്ട് തന്നെ ഇൻട്രാഡേയിലെ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന ആളുകൾ ദയവ് ചെയ്ത് ന്യൂസ് കാണരുതെന്ന് കാണുന്നവരുണ്ടാവും. കാരണം എന്താണെന്നറിയോ? നമ്മൾ ന്യൂസൊക്കെ കണ്ട് കഴിയുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഉള്ളിൽ നമ്മളൊരു ഡിസിഷൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഓരോ ആളുകളുടെ ന്യൂസ് കേൾക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലാസ്റ്റ് അവരൊരു കാര്യം മെൻഷൻ ചെയ്യും. നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്യാപ്പ്, ഒരു ബെയറിഷ് മാർക്കറ്റാണ്. നമ്മൾ പച്ചവെള്ളം പോലെ അത് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ മുന്നിൽ ബുള്ളിഷ് ആയിട്ടുള്ള എൻട്രി സെറ്റപ്പ് വന്നാൽ പോലും നമ്മൾ എൻട്രി എടുക്കൂല. കാരണം നമ്മൾ ആദ്യം മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചു ഇന്ന് ബെയറിഷ് ആണെന്ന്. ഓക്കെ, അപ്പം നമുക്ക് നല്ല സെറ്റപ്പ് വന്നാൽ പോലും നമ്മൾ എൻട്രി എടുക്കില്ല. അപ്പം ന്യൂസ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പർ 1 സാധനമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂസ് ബേസ്ഡ് മാനിപ്പുലേഷൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് സ്പൈക്ക് മാനിപ്പുലേഷനും അതുപോലെ ഫേക്ക് ഔട്ട് മാനിപ്പുലേഷൻ. ഓക്കെ, ഫേക്ക് ഔട്ട് മാനിപ്പുലേഷനും പറയാം. ഇതെന്താണ്? ഇപ്പം നിങ്ങൾ ഈ ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പാറ്റേൺ ഫോം ആയത് കാണാം. ഓക്കെ, പാറ്റേൺ ഫോം ആയത് കാണാം. ഈ ഒരു പാറ്റേണിനെ എന്ത് പേരും നിങ്ങൾക്ക് പറയാം. ഒരു റീറ്റെയിൽ ലോജിക്കിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, റീറ്റെയിൽ ലോജിക്കിൽ ഇവിടുത്തെ എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നു, ഇവിടെ സെല്ല് വെക്കുന്നു, ഇവിടെ ടാർഗറ്റ് വെക്കുന്നു. ഓക്കെ, എങ്ങനെയാണ്? ഇത് ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുന്നു. ഇവിടെ ഇത് വരച്ചിട്ട് ശരിയാവുന്നില്ല. ഇവിടെ ടാർഗറ്റ് വെക്കുന്നു, ഇതിൻ്റെ താഴെയായിട്ട് SL വെക്കുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു സ്പൈക്ക്. ഈ സ്പൈക്ക് ഒരുപാട് പേര് ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ ഇത് ബ്രേക്ക് ആവുകയാണെന്ന് വെച്ചിട്ട് എൻട്രി എടുത്തിട്ടുണ്ടാവും. ഒരുപാട് പേര് ചിലപ്പം ഈ ഒരു ക്യാൻഡിൽ ഇവിടെ എൻട്രി എടുത്തിട്ടുണ്ടാവും. ഈ ക്യാൻഡിൽ ഫോം ആകുമ്പോൾ എൻട്രി എടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ എൻട്രി വന്നിട്ടുണ്ടാവും. ഇവരുടെയൊക്കെ മെയിൻ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, ഇപ്പം എന്തായിരിക്കും? ഒരു ബൈ ചെയ്ത ആളുടെ ഇമോഷൻ എന്തായിരിക്കും? വളരെ ഹാപ്പി ആയിരിക്കും. ഓക്കെ, പെട്ടെന്ന് തന്നെ പ്രൈസ് റിവേഴ്സിൽ പോയാലോ? പോയാൽ അപ്പോൾ ആ വ്യക്തിയുടെ ആ ഒരു ഇമോഷൻ എന്തായിരിക്കും? പെട്ടെന്നായിരിക്കും എക്സിക്യൂഷൻ, അങ്ങ് എടുത്ത് ഒഴിവാക്കും. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. പെട്ടെന്ന് നമുക്കൊരു ഒരു പാറ്റേൺ വന്നു, പാറ്റേൺ ബ്രേക്ക് ചെയ്തു, ആളുകൾ എൻട്രി എടുത്തു, ഒന്ന് കൊതിപ്പിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? പ്രൈസ്
ആക്ച്വൽ ആ ഒരു ഇൻറ്റൻഷൻ കാണിക്കും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ ഒരു പാറ്റേൺ പറഞ്ഞ പോലെ തന്നെ എൻട്രി എടുത്ത്, പാറ്റേൺ ബ്രേക്ക് ആയ സമയത്ത് എൻട്രി എടുത്തു, പാറ്റേണിൽ പറഞ്ഞ പോലെ എക്സൽ വെച്ചു. പക്ഷെ എന്താണ്, ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ അറിയാം, ലിക്വിഡിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ മെയിൻ സാധനമാണ്. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലിക്വിഡിറ്റി ബേസിൽ നിന്ന് അനാലിസ് ചെയ്ത് നോക്കാം. എന്താണ് പ്രൈസ്, എവിടുന്നാണ്, ഏത് ലിക്വിഡിറ്റിയാണ് എടുത്തത്? പ്രീവിയസ് ഡേ ഹൈ കണ്ടോ നിങ്ങൾ? ഈ ഹൈൻ്റെ മുകളിൽ ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. കാരണം ഇവിടുന്ന് സെല്ല് ചെയ്തത്, ഇവിടുന്ന് സെല്ല് ചെയ്തത്, ഇവിടുന്ന് സെല്ല് ചെയ്തത്, ഈ ഒരു ചെറിയ സെല്ല്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അപ്പം എന്ത് ചെയ്യും? അവർ സെല്ല് ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ്, ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടാർഗറ്റ് ചെയ്ത് തിരിച്ച് താഴേക്ക് വരും. ഇപ്പം എന്താണ്, ഈ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത ഈ മാനിപ്പുലേറ്റീവ് ലെഗാണ് നമ്മൾ എൻട്രി ആയിട്ട് തെറ്റിദ്ധരിച്ച്. മനസ്സിലാവുന്നുണ്ടല്ലോ? അതാണ് നമ്മൾ ഫെയിൽസ് ആയിട്ട് ചെയ്തത്. ഇനിയിപ്പം നെക്സ്റ്റ് എവിടെയായിരിക്കും? സിമ്പിൾ, നെക്സ്റ്റ് ഇവിടെയായിരിക്കും ലിക്വിഡിറ്റി. കാരണം എന്താണ്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്, ഇവിടുന്ന് ബൈയിങ് വന്നിട്ടുണ്ട്. ഇവരുടെയൊക്കെ മേജർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും? ഇതിന് താഴെയായിരിക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? അതും അങ്ങ് എടുക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ലിക്വിഡിറ്റി ബേസിൽ കുറച്ചെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ മാനിപ്പുലേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. എന്താണ് മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടില്ല, എന്തുകൊണ്ടാണ് മാനിപ്പുലേഷൻ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ വീഡിയോ ഈ കൺക്ലൂഷൻ പാർട്ട് വരെ കണ്ട ആളുകളാണെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ പറയാം, നിങ്ങൾക്ക് നന്നായിട്ട് പേഷ്യൻസ് ഉള്ള ഒരാളാണ്. എപ്പോഴും ഞാൻ വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതിൻ്റെ കാര്യം അതാണ്. പേഷ്യൻസി നമ്മൾ പഠിക്കണം. അല്ലാതെ മാർക്കറ്റ് മാനിപ്പുലേഷൻ 5 മിനിറ്റിൻ്റെ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. എനിക്ക് 50 മിനിറ്റിൻ്റെ മുകളിൽ വേണം ഇത് ഡിസ്ക്രൈബ് ചെയ്യാൻ. കാരണം എന്താണ്? കാരണം എന്തുകൊണ്ട്, എങ്ങനെയാണ് മാനിപ്പുലേഷൻ, എന്താണ് മാനിപ്പുലേഷൻ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മാനിപ്പുലേഷൻ എന്ന് പറയാൻ ആർക്കും പറ്റും. എന്തുകൊണ്ടാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മാനിപ്പുലേറ്റ് ലെഗ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം, ലിക്വിഡിറ്റി എന്താണെന്ന് പറയാൻ ചിലപ്പോൾ 1.5 മണിക്കൂർ എടുക്കും, 1.5 ഹവർ എടുക്കും. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് കാണുന്നതും 50 മിനിറ്റ് കൊണ്ട് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, എപ്പോഴും മനസ്സിലാക്കുക, മാനിപ്പുലേഷൻ എന്താണെന്ന് പഠിച്ചാൽ പോരാ, എങ്ങനെയാണ് മാനിപ്പുലേഷൻ സംഭവിക്കുന്നത്. മാനിപ്പുലേഷന് നമ്മൾ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? നിങ്ങളെന്താ, മെയിനായിട്ട് സൈക്കോളജിക്കലി നിങ്ങൾ സ്ട്രോങ് ആവണം. ഓക്കെ, ഒരു ഓപ്പൺ മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആയിട്ടുള്ള ഒരു എന്താണ്, ഒരു 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 കെയർ ഇല്ലാത്തൊരു, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ബോൾഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് മാനിപ്പുലേഷൻ? ഒന്നുകൂടി പറയുകയാണ്, മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സ്പോൺസർഷിപ്പാണ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ്? അവർക്ക് അവരുടെ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എക്സിസ്റ്റിംഗ് ഹോൾഡിങ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പൊസിഷൻസ് സേഫ് ആക്കി വെക്കാനും മാക്സിമൈസ് പ്രോഫിറ്റ്സ് ചെയ്യാനും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനെല്ലാം വേണ്ടിയിട്ട് ആ ഒരു ടോട്ടലി മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്ന ഒരു ഇതാണ് മാനിപ്പുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ കയ്യിലാണ് ക്യാഷ് ഉള്ളത് അയാൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ക്യാഷ് ആരുടെ കയ്യിലാണ് കൂടുതലുള്ളത് ആ ആൾ പറയുന്ന പോലെ ആയിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റം. എന്ന് വെച്ചാൽ എന്താണ്, മാർക്കറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യിക്കാം. റീറ്റെയിലേഴ്സ് ആണ് കൂടുതലുള്ളതെങ്കിൽ പോലും റീറ്റെയിലേഴ്സിൻ്റെ സൈക്കോളജി എന്താണെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നന്നായിട്ട് അറിയാം. എവിടെ എൻട്രി എടുക്കും, ഒരു ബുള്ളിഷ് ഫ്ലാഗോ അല്ലെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ, സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ വന്നാൽ, സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാണ്, ഈ ഒരു പാറ്റേൺ മാർക്കറ്റിൽ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഒരു 50% ആളുകളും ഇവിടുന്ന് സെല്ലെടുക്കില്ലേ? സെല്ല് ചെയ്യും. പണ്ട് ഞാനും ചെയ്തിരുന്നു, നിങ്ങളും ഇപ്പോൾ ചെയ്യുന്നുണ്ടോ അറിയില്ല. സെല്ല് ചെയ്യും. എസ് എൽ എവിടെയാ? ഇതിൻ്റെ മുകളിൽ എസ് എൽ ഉണ്ടാവും. ഓക്കെ, എന്താണ് ഇതിൻ്റെ മുകളിൽ? നമ്മുടെ ബൈ എസ് എൽ ആണ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി അല്ലേ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവുക? ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? നേരെ മുകളിലേക്ക് കയറിയിട്ട് ഈ 2 ബൈയും പാടി ഹണ്ട് ചെയ്തിട്ട് ആണ് അവൻ താഴേക്ക് പോവുക. നമ്മൾ സെല്ല് ചെയ്യുന്നത് 80 രൂപയ്ക്കാണെങ്കിൽ അവൻ സെല്ല് ചെയ്യുന്നത് 100 രൂപയ്ക്കാണ്. പ്രൈസ് ഡിഫറൻസ് കണ്ടില്ലേ? ഓക്കെ, അവൻ റിവേഴ്സലിലാണ് എൻട്രി എടുത്തത്, നമ്മൾ ബ്രേക്ക് ഔട്ടിലാണ് എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഒരു ബുള്ളിഷ് ഫ്ലാഗ് വന്നാൽ അവർക്കറിയാം ഇവിടെ നമ്മൾ ബൈ ചെയ്യുന്നത്. നമ്മളുടെ എസ് എൽ ഇവിടെ ഉണ്ടാവും. നമ്മളുടെ എസ് എൽ എന്ന് പറയുമ്പോൾ സെല്ല്. അവൻ എന്ത് ചെയ്യും? അവന് ബൈ ആണ് ചെയ്യേണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? താഴേക്ക് എടുത്ത് ഈ എസ് എൽ എല്ലാം കൂടി കൺവേർട്ട് ചെയ്ത് ബൈ ഓർഡർ ആക്കി അങ്ങ് കയറ്റും. ഇതാണ് ആക്ച്വലി മാർക്കറ്റിൽ നടക്കുന്നത്. അതുകൊണ്ട്
കെയർഫുള്ളായിട്ട് മനസ്സിലാക്കുക. നമ്മൾ മാത്രമല്ല മാർക്കറ്റിലുള്ളത്, ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവർക്ക് വേണ്ടത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കണം? ഒരു മാനിപ്പുലേറ്റീവ് ലെഗ് കഴിഞ്ഞ ഏരിയയിലായിരിക്കണം. ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞ ഏരിയയിലായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ്. സെക്യൂർ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ്, ലോജിക്കലായിട്ടുള്ള ടാർഗറ്റ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.